മക്കളെന്ന് പറയുന്നത് നമ്മുടെ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തിയത് കൺകുളിർമയാകുന്ന വസ്തുക്കൾ എന്നാണ്. ശരിക്കും ശ്രദ്ധിക്കണേ, കൺകുളിർമയാകുന്നത്. മക്കളെ എപ്പോഴും ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മുടെ മക്കളെല്ലാം സാലിഹീങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. ഉറക്കാമീൻ പറയുന്ന അള്ളാഹു സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഇന്നിപ്പോ വെള്ളിയാഴ്ച രാവാൻ 9:45 ഒരു 10:30 വരെ നമുക്ക് പറയാം. പറഞ്ഞൂടെ പിന്നെന്താ, ആയത്ത് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നോക്കൂ നിങ്ങൾ, അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയാൻ കൺകുളിർമയാകുന്ന വസ്തുക്കൾ അങ്ങനെയാണ് മക്കളെ പരിചയപ്പെടുത്തിയത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന യഖൂലൂൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ للمتقين إماما. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 16 വർഷമായി ഉസ്താദ് ഇവിടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ചോദിക്കുന്ന കറക്റ്റ് അറിയാമല്ലോ. എല്ലാവരും ഫുൾ സ്കെച്ചാണ്. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഞാൻ മസ്താമ്പള്ളി ഇരിക്കുമ്പോഴും ഉസ്താദ് ഇവിടെ ഉണ്ട് അല്ലേ? വർഷമായി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനിയും നമുക്ക് നേതൃത്വം നൽകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ ശ്രദ്ധിക്കും, മക്കളെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞത്? കൺകുളിർമയാകുന്ന വസ്തുക്കൾ. ഇബാദുർ റഹ്മാനാകുന്ന റബ്ബിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയാണ്. വല്ലദീന യഖൂലൂൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റഹ്മാനാകുന്ന റബ്ബിന്റെ സച്ചരിതരാകുന്ന അടിമകൾ പടച്ച റബ്ബിനോട് സദാസമയം ദുആ ചെയ്തുകൊണ്ടിരിക്കുമത്രേ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഇണകളെ, സന്താനങ്ങളെ കൺകുളിർമയുള്ളവരാക്കി തരണേ അല്ലാഹ്. കൺകുളിർമയുള്ളവരാക്കി താ അല്ലാഹ്. എപ്പോഴും ദുആ ചെയ്യും. റഹ്മാനായ റബ്ബിന്റെ സച്ചരിതരാകുന്ന അടിമകളുടെ പ്രാർത്ഥന അതാണെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. മക്കളുള്ള ആളുകൾ ദുആ ചെയ്യേണ്ട ദുആ ആണ് ഇപ്പൊ ഈ പറഞ്ഞു തന്നത്. മക്കൾ, അതുപോലെ ഭാര്യമാർ, ഭർത്താക്കന്മാർ, ഇണകൾ എന്ന് പറഞ്ഞാൽ രണ്ടും ഉൾപ്പെടുത്താമല്ലോ. ഭാര്യയും പറയാം, ഭാര്യയ്ക്കും ദ്വാരക്കാം, ഭർത്താവിനെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഭർത്താവിനും ദ്വാരക്കാം, ഭാര്യ ഉൾപ്പെടുത്തിക്കൊണ്ട്. ഈ ദുആ 5 നേരവും വരണം. എല്ലാ നിസ്കാരത്തിന് ശേഷവും നമ്മൾ ദ്വാരക്കേണ്ട ദുആ. ഉസ്താദ് ദുആ ചെയ്താലും ഇല്ലെങ്കിലും നമുക്ക് സ്വന്തമായിട്ടൊരു ദുആ ഉണ്ടാവണം. എപ്പോഴും 2 മിനിറ്റെങ്കിലും, ഏറ്റവും ചുരുങ്ങിയത് എല്ലാ വഖത്തിന് ശേഷവും. അപ്പോഴേ സ്വീകാര്യത ഉണ്ടാവുള്ളൂ, കബൂലിയത്ത് ഉണ്ടാവുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ സുന്നികളാണല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളാണ് ഈ ദുആ ചെയ്യുന്നത്. ആ ദുആ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റെങ്കിലും ശരിക്കും മനസ്സറിഞ്ഞൊന്ന് ദുആ ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ടും വിജയം ഉണ്ടാവും. നമ്മൾ ദുആ ചെയ്യേണ്ട ദുആ ആണിത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഇണകളെ, സന്താനങ്ങളെ കൺകുളിർമയുള്ളവരാക്കി മാറ്റണേ അല്ലാഹ്. ഞങ്ങളെ നീ മുത്തഖീങ്ങൾക്ക് ഇമാമത്താക്കണേ അല്ലാഹ്, നേതൃത്വമാക്കണേ അല്ലാഹ്. നല്ല ദുആ നിത്യേന കൊണ്ടുവരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് മക്കളെ കുറിച്ച് കൺകുളിർമയാകണം എന്നാണ് പറഞ്ഞത്. കൺകുളിർമയാകുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഖുർആനിൽ ഇതേപോലെ മറ്റൊരു വസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു. കൺകുളിർമയാകുന്ന വസ്തുക്കൾ കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് നാളെ സ്വർഗം നൽകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സൂറത്തു സജദ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ.
അഫമാ കാന മുഅ്മിനാ അഫമാ കാന മുഅ്മിനാ കമാ കാന ഫാസിഖാ ലാ യസ്തവൂൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു ശരീരവും ഒരു ആത്മാവും ഇന്നുവരെ ചിന്തിച്ചിട്ടില്ലാത്ത, മനസ്സിന്റെ അകത്തലങ്ങളിൽ ഇന്നുവരെ കോറിയിടാത്ത നിലക്കുള്ളതാകുന്ന മനോഹരമാകുന്ന കൺകുളിർമയേകുന്ന വസ്തുക്കളെ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗ്ഗം അലങ്കരിക്കുക, സ്വർഗ്ഗം അല്ലാഹു നൽകുക എന്ന് വിശുദ്ധമായ ഖുർആൻ. ഒരു ആത്മാവിനും ഒരു ശരീരത്തിനും അറിയുകയില്ലത്രേ, കൺകുളിർമയേകുന്നതായ വസ്തുക്കളെ കൊണ്ടാണ് അല്ലാഹു സ്വർഗ്ഗത്തിൽ നിറയ്ക്കുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ. സ്വർഗത്തെ അള്ളാഹു വർണ്ണിച്ചതും കൺകുളിർമയേകുന്ന വസ്തുക്കൾ എന്ന് പറഞ്ഞിട്ടാണ്. മക്കളെ വർണ്ണിച്ചതും കൺകുളിർമയേകുന്നത്, സ്വർഗത്തെ വർണ്ണിച്ചതും കൺകുളിർമയേകുന്നത്. എന്താണ് ഇത് തമ്മിലുള്ള ബന്ധം? എന്താണ് കണക്ഷൻ? എന്താണ്? കൺകുളിർമയേകുന്ന സന്താനങ്ങളെ കൺകുളിർമയാകുന്ന സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമം നമ്മൾ നടത്തണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആനിൽ അതുകൊണ്ടാണ് ഈ രണ്ട് വസ്തുക്കളെ കുറിച്ച് അല്ലാഹു കൺകുളിർമയേകുന്നത് എന്ന് അടയാളപ്പെടുത്തിയത്. ഖുർറത്തു ഐൻ, കണ്ണിന് കുളിർമയേകുന്നത്. നമ്മുടെ മക്കൾ നമ്മുടെ കണ്ണിന് കുളിർമയാണ്. അല്ലാഹു ആ രീതിയിൽ തന്നെ നിലനിർത്തുമാറാവട്ടെ. കൺകുളിർമയാകുന്ന സന്താനങ്ങളെ കൺകുളിർമയേകുന്ന സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള പ്രയത്നമാണ് രക്ഷിതാക്കളാകുന്ന നമ്മൾ ഈ ദുനിയാവിൽ നടത്തേണ്ടത്. അത് നമ്മൾ നടത്തുന്നുണ്ടോ ചിന്തിക്കാം. വാല് പറയാൻ നടത്തി, 3-4 ദിവസമൊക്കെ വാല് വെച്ചു, അതുകൊണ്ട് എന്ത് പ്രയോജനം നമുക്കുണ്ടായി? അതാണ് ചിന്തിക്കേണ്ടത്. നമുക്കും നമ്മുടെ മക്കൾക്കും ഇതിലൂടെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ? സുബഹിക്ക് നിസ്കരിക്കാൻ ജമാഅത്തിന് വരാൻ സാധ്യമായിട്ടുണ്ടോ? വാലിലൂടെ പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെടാൻ ഒരളവെങ്കിലും ഒരു പടിയെങ്കിലും മുന്നോട്ട് വരാൻ ഈ പരിശുദ്ധമായ മജ്‌ലിസ് കൊണ്ട് സാധ്യമായിട്ടുണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടതാകുന്ന ചിന്ത. എന്താണ് എനിക്കിതിലൂടെ ഒരു മാറ്റം? ഈ വർഷത്തെ ഉറൂസിലൂടെ ബഹുമാനപ്പെട്ട അഹ്മദുർ റിഖാബ് സയ്യിദ് ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ കറുത്ത തങ്ങളുടെ ഈ വലിയതാകുന്ന ഉറൂസ് മഹാമഹത്തോടുകൂടി എനിക്ക് എന്റെ ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ടായി? അവിടുത്തതാകുന്ന പ്രവാചകരുടെ തിരുസുന്നത്തുകൾ അനുധാവനം ചെയ്തുകൊണ്ടുള്ള ജീവിതം എനിക്ക് സാധ്യമായിട്ടുണ്ടോ? എന്താണ് എന്റെ ജീവിതത്തിൽ വന്ന മാറ്റം? ഓരോ വർഷവും അങ്ങനെ ചിന്തിച്ചാൽ എത്ര മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നമുക്കിതൊന്നുമില്ല, നമ്മള് റാഹത്തായിട്ട് വെള്ളിയാഴ്ച റാഹത്തായിട്ട് അടിക്കുക, ടാറ്റ അടിച്ച് ഉറങ്ങുക. അതിനപ്പുറത്തേക്ക് മാറ്റമൊന്നുമില്ലെങ്കിൽ പിന്നെന്ത്? അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ചിന്തിക്കുക, ഞാൻ വെറുതെ പറയലല്ല, നമ്മളൊന്ന് ചിന്തിക്കുക. ഒരു മാറ്റം വരണ്ടേ നമുക്ക്? എന്ത് മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്? അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. ആർക്കാണ് ഇതുമായി ദീനുമായി ബന്ധമുള്ളത്? ദീനിനോട് ദീനിന്റെ അഹ്ലുകാരോടൊക്കെ ഇഷ്ടമുള്ളതാരാണ്? നമ്മുടെ മക്കളെ വേണ്ട രീതിയിൽ തർബിയത്ത് ചെയ്യുന്നുണ്ടോ? ഇന്ന് പുതിയ തലമുറ കള്ളിലും കഞ്ചാവിലും ലഹരിയുമായി നിലകൊള്ളാൻ അശ്ലീലമാക്കപ്പെട്ട സിനിമാ പാട്ടുകളും സിനിമാ ഗാനങ്ങളും കേട്ടുകൊണ്ട് സമയങ്ങൾ അതിനുവേണ്ടി പരിപൂർണമായി മാറ്റിവെക്കാൻ, റിയാലിറ്റി ഷോകളിൽ പങ്കെടുക്കാൻ വേണ്ടി അരക്കട്ടമുറക്കിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ടതാകുന്ന മക്കൾ ഇറങ്ങുകയാണ്. പെൺകുട്ടികൾ അതിനുവേണ്ടി ജാഗ്രരായി കാത്തിരിക്കുകയാണ്. കണ്ടില്ലേ പുതിയ റിയാലിറ്റി ഷോകളൊക്കെ? ബിഗ് ബോസ് അടക്കമുള്ള റിയാലിറ്റി ഷോ മുസ്ലിം സഹോദരിമാർ നിറഞ്ഞാടുകയാണ്, അതിനുവേണ്ടി ഉറഞ്ഞു തുള്ളുകയാണ്. അതിൽ പങ്കെടുത്തതാകുന്ന മുൻകഴിഞ്ഞതാകുന്ന ആളുകൾ പോലും, വിന്നേഴ്സ് ആയിട്ടുള്ള ആളുകൾ പോലും ഫേസ്ബുക്കിൽ വന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വിളിച്ചു പറഞ്ഞു, പല പെണ്ണുങ്ങളും പലർക്കും കടന്നു കൊടുത്തിട്ടാണ് പലർക്കും കിട്ടിയിട്ടുള്ളത്. പരസ്യമായിട്ട് പറയാ ഉള്ളതാണോ? അല്ലാഹു അലം. അവര് പറഞ്ഞത് നമ്മൾ പറയുന്നു മാത്രം. എന്നെ ആരും കയറി പിടിക്കണ്ട, ഞാൻ അവര് പറഞ്ഞത് പാടിയെന്ന് മാത്രം. എന്നോട് പലരും ഇത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് മുൻകാല വിന്നേഴ്സ് തന്നെ പരസ്യമായിട്ട് ഫേസ്ബുക്കിൽ വന്നിട്ട് പറയാണ്. എന്ത്? അതിൽ പല പെൺകുട്ടികളും പ്രൊഡ്യൂസേഴ്സിനും ഡയറക്ടേഴ്സിനും ഒക്കെ കടന്നു കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മോശമാകുന്ന പ്രവണത ചെയ്തിട്ടാണ് അവർക്കൊക്കെ ഇതിൽ പല ഊഴവും ലഭിച്ചിട്ടുള്ളത്, പല അവസരങ്ങളും കിട്ടിയിട്ടുള്ളത് എന്ന് വെളിപ്പെടുത്താണ്. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ.
അത് ഒരളവോളം ശരി തന്നെയാണ്. കാരണം സിനിമാ മേഖലയിലൊക്കെ അത്തരത്തിലുള്ളതാകുന്ന മീറ്റു ആരോപണമൊക്കെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. ഒരളവോളം ശരി തന്നെയാണ്, ഒരിക്കലും പരിപൂർണമായി തള്ളിക്കളയാവുന്നതല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. പക്ഷെ എങ്കിൽ പോലും ഒരു അന്യപുരുഷന് പാവരിച്ചിട്ടാണെങ്കിലും എനിക്കെന്റെ ഭൗതിക ലോകം ചിട്ടപ്പെടുത്തണമെന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് തരം താഴ്ന്നു പോയി ഈ സമുദായത്തിന്റെ മക്കൾ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ആണ് നമ്മുടെ ഈമാൻ എത്രത്തോളം നഷ്ടപ്പെട്ടു പോയി, എവിടെ എത്തിയിരിക്കുന്നു നമ്മുടെ സമുദായം, എവിടെയുണ്ട് ഈമാൻ? നമ്മളെ മക്കളോടുള്ള കടമകൾ മറന്നുപോയി സഹോദരങ്ങളെ. എത്ര പേര് സ്വന്തം മക്കളോടുള്ള കടമകൾ പൂർത്തീകരിച്ചവരുണ്ട്? ചിന്തിക്ക്, എത്ര പേര് പൂർത്തീകരിച്ചു? ജാഅ റജുലുൻ ഇലാ അമീരിൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ തന്റെ പ്രിയപ്പെട്ട മകന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് കടന്നു വരുകയാണ്. വഹുവ യഅഖുദു ബിയദി ഇബ്നിഹി. സ്വന്തം മകന്റെ കൈക്ക് പിടിച്ചുകൊണ്ടാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് വരുന്നത്. എന്നിട്ട് പറയുകയാണ്, യാ അമീറുൽ മുഅ്മിനീൻ, അല്ലയോ മുഅ്മിനീങ്ങളുടെ നേതൃത്വമേ, നേതാവേ, ഇന്ന ഇബ്നി ഹാദാ യഅഖുനി, എന്റെ ഈ മകൻ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്, എന്നോടുള്ള കടമകൾ കർത്തവ്യങ്ങൾ പൂർത്തീകരിക്കുന്നില്ല. വാപ്പ വന്നുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് മകനെ കുറിച്ച് പരാതിപ്പെടുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഗൗരവത്തോടുകൂടി ആ മകനെ ചേർത്ത് നിർത്തുകയാണ്. അവനോട് ചോദിക്കുകയാണ്, യാ ബുനയ്യ അമാ തഖാഫുല്ലാഹ ഫീ ഉഖൂഖിൽ വാലിദൈൻ. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന വിഷയത്തിൽ നീ അല്ലാഹുവിനെ പേടിക്കുന്നില്ലേ പൊന്നുമോനെ? അല്ലാഹുവിനെ ഭയക്കുന്നില്ലേ പൊന്നുമോനെ? وإن من حقهما كذا وكذا وكذا. മാതാപിതാക്കളോടുള്ള ഹഖ്, അവരോടുള്ള കടമകളിൽ പെട്ടതാണ് ഇന്ന കാര്യങ്ങൾ എന്ന് എണ്ണി ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാ തജ്ലിസ ഖബ്ല ഖൂദിഹി. വാപ്പ ഇരിക്കുന്നതിന് മുമ്പ്, ഉമ്മ ഒരു മജ്ലിസിൽ ഇരിക്കുന്നതിന് മുമ്പ് മോനെ നീ ഇരിക്കരുതേ. വഅല്ലാ യതകല്ലമ ഖബ്ല തകല്ലുമിഹിമാ. മാതാപിതാക്കൾ സംസാരിക്കുന്നതിന് മുമ്പ് ഒരു വിഷയത്തിൽ നീ കയറി സംസാരിക്കരുതേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. മക്കൾ പാലിക്കേണ്ടതാകുന്ന കടമകൾ, മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ, കുറേ വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം കേട്ട് ഈ കുട്ടി വളരെ സാഗൂതം ശ്രദ്ധ ചെലുത്തി പൂർണ്ണമായി കേട്ടു. വാപ്പ വന്നിട്ട് പരാതിപ്പെട്ടു. വാപ്പയുടെ മുന്നിൽ ആകപ്പെട്ടിരിക്കുകയാണ്. അമീറുൽ മുഅ്മിനീനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം അല്ലാഹുവിനെ പേടിയില്ലേ എന്ന് ചോദിച്ചിട്ട് വാലങ്ങ് തുടങ്ങി. എല്ലാ വാലും അവസാനിച്ചു. എല്ലാം കേട്ടു. കുട്ടി വളരെ ക്ഷമയോടുകൂടി കേട്ടു. വാപ്പയോടുള്ള കടമ, ഉമ്മയോടുള്ള കടമ ഒക്കെ കേട്ടു. അവസാനം ഈ കുട്ടി ചോദിച്ചു, മാതാപിതാക്കൾക്ക് മക്കളോട് വല്ല കടമയുമുണ്ടോ? നല്ലൊരു ചോദ്യമാണ്. മാതാപിതാക്കൾക്ക് മക്കളോട് വല്ല കടമയും ബാധ്യതയുണ്ടോ? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, ഉണ്ട് മോനെ, ഉണ്ടല്ലോ. മാതാപിതാക്കൾക്ക് മക്കളോടും കടമയുണ്ട്, മക്കൾക്ക് തിരിച്ചുണ്ട്, അതേപോലെ അങ്ങോട്ടും ഉണ്ട്. അപ്പം ചോദിച്ചു, എന്തൊക്കെയാണ് ആ കടമകൾ? ഒന്ന് പറഞ്ഞു തരണം. അപ്പോൾ ബഹുമാനപ്പെട്ടവർ 3 കാര്യങ്ങൾ എണ്ണി. എത്രണ്ണം പറഞ്ഞു കൊടുത്തു? 3 എണ്ണം പറഞ്ഞു കൊടുത്തു. ആ 3 എണ്ണം പറഞ്ഞാൽ മതി നമുക്കിവിടെ. അപ്പൊ തന്നെ നമ്മുടെ കാര്യത്തിൽ തീരുമാനവും. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. നമ്മൾ മക്കളോടുള്ള ചില കടമകളുണ്ട്, ചില ബാധ്യതകളുണ്ട്. അത് പൂർത്തീകരിക്കാതെ മക്കൾ ഒരിക്കലും നന്നാവൂല. സാധനടിച്ചോണ്ടിരിക്കും, സിറിഞ്ച് വെച്ചോണ്ടിരിക്കുള്ളൂ. ഇവിടെ ഇല്ല, എസ്.ഡി. കോളേജിന്റെ സാധനം അടിച്ചോണ്ടിരിക്കും. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. മക്കളെ നന്നാക്കണം. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. എന്താ പറഞ്ഞത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്,
ഒന്നാമതായി അയസ്തൻജിബ ഉമ്മഹു, വാപ്പ ശ്രദ്ധിക്കേണ്ടതാകുന്ന കാര്യമാണ്. വിവാഹം ചെയ്യാൻ പോകുന്നതായ സ്ത്രീ ദീനുള്ളവളാകണേ, മതബോധമുള്ളവളാകണേ. അല്ലാഹ് ഒന്നാമത്തെ തന്നെ തീരുമാനമായി. ഭർത്താവ് ഒരു ചെറുപ്പക്കാരൻ വധുവിനെ തേടുമ്പോ വധു ആരായിരിക്കണം? സ്വാലിഹത്തായിരിക്കണം, മതബോധമുള്ളവളായിരിക്കണം, നല്ല ദീനുള്ള കുടുംബത്തിലായിരിക്കണം, മതനിഷ്ഠയുള്ളവളായിരിക്കണം, മദ്രസയിൽ പഠിച്ചവളായിരിക്കണം എന്നർത്ഥം. നല്ല ദീനുണ്ടായിരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. പണ്ടൊക്കെ വിവാഹം കഴിക്കുമ്പോ ചോദിക്കും എത്ര വരെ പഠിച്ചു, അപ്പൊ മദ്രസയിലെ പറയും. ഇന്നിപ്പോ ചോദിക്കുന്നില്ല. കാരണം എന്താ? ഇവൻ മദ്രസ പഠിച്ചിട്ടില്ല. ഇവൻ പഠിച്ചെങ്കിലല്ലേ ചോദിക്കാൻ പറ്റും. ഇവൻ 2ാം ക്ലാസ്സും ഗുസ്തിയാണ്, കൂമ്പിനിടിയായിട്ട് നടക്കുക. പിന്നെ അവൻ ചോദിക്കാൻ പറ്റും? ചോദിച്ചാൽ തിരിച്ചു ചോദിച്ചാൽ തീർന്നു, അഡ്രസ്സ് പോകും. അതുകൊണ്ട് ഇവൻ അനങ്ങാതിരിക്കുകയാണ്, കണ്ണടച്ച് കാണിക്കുകയാണ്. സ്കൂളിലെ ചോദിക്കുകയാണ്. അപ്പൊ സ്കൂളിലെയാണ് ഇപ്പൊ എല്ലാവർക്കും അറിയേണ്ടത്. PG പഠിച്ചു, MA പഠിച്ചു, ഡോക്ടറേറ്റ് എടുത്തു. ഒരു കാര്യമില്ല. രണ്ടിനന്ന് കൂമ്പിനിടിയാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. 3ന്റെ അന്ന് വീട്ടിൽ കുത്തറാത്തീബ്, അങ്ങോട്ടും ഇങ്ങോട്ടും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്ത് വേണം? ദീൻ കൊടുക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തുൻകഹുൽ മർഅതു ലിഅർബഇ ഖിസാൽ ലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിദീനിഹാ ഫളഫർ ബിദാത്തിദ്ദീൻ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, 4 കാര്യങ്ങൾക്ക് വേണ്ടി പൊതുവെ സ്ത്രീകളെ വിവാഹം ചെയ്യപ്പെടാറുണ്ട് കേട്ടോ. ഒന്ന് ലിമാലിഹ, അവരുടെ സമ്പത്തിന് വേണ്ടിയിട്ടാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. പെണ്ണിന്റെ സമ്പത്ത് അവരുടെ പിതാവിൻ്റെതാകുന്ന ആസ്തി, പണത്തിന്റെ പളവളപ്പ് കണ്ടിട്ട് വിവാഹം ചെയ്യാൻ തയ്യാറാകുന്ന ചെറുപ്പക്കാരില്ലേ, സഹോദരങ്ങളില്ലേ? 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ അടയാളപ്പെടുത്തുകയാണ്, തുൻകഹുൽ മർഅതു ലിഅർബഇ ഖിസാലിൻ ലിമാലിഹാ. സമ്പത്തിന് വേണ്ടി സ്ത്രീകളെ വിവാഹം ചെയ്യപ്പെടാറുണ്ട്. തീർന്നില്ല സാബ. വലിജമാലിഹാ, സ്ത്രീകളുടെ സൗന്ദര്യം കണ്ടുകൊണ്ട് വിവാഹം ചെയ്യപ്പെടാറുണ്ട്. സിനിമാ നടിമാരെ പോലും വെല്ലുന്നതായ സൗന്ദര്യമാണല്ലോ എന്റെ പ്രിയപ്പെട്ടതാകുന്ന പ്രിയതമയ്ക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹം കഴിക്കാൻ തുനിയുന്നവരെ, ദീനുണ്ടെന്ന് നോക്കാതെ വിവാഹം കഴിയാൻ തുനിയുന്നവരെ, നാശമാണ്, നാശമാണ്. പെണ്ണിന്റെ സമ്പത്ത് കണ്ടുകൊണ്ട് അവരുടെ സൗന്ദര്യത്തിൽ ആകർഷനായിക്കൊണ്ട് വിവാഹം കഴിക്കാൻ തുനിഞ്ഞാൽ, ദീനില്ലാത്ത, മതബോധമില്ലാത്ത, മതനിഷ്ഠയില്ലാത്ത, തഖ്വയില്ലാത്ത പെണ്ണിനെയാണ് നീ വിവാഹം ചെയ്തത് എങ്കിൽ നിനക്ക് നാശമാണ്, നാശമാണ്. അല്ലാഹുവിന്റെ റസൂൽ 3ാമതായി പറയുകയാണ്, ഒന്നാമതായി സമ്പത്ത് കൊണ്ട് വിവാഹം കഴിക്കുന്നവർ, 2 ധാരാളമായിട്ട് സൗന്ദര്യമുണ്ട് എന്ന നിലയ്ക്ക് വിവാഹം കഴിക്കുന്നവർ, 3ാമതായി വലിയ ഹസബിഹാ, തറവാടിത്തം നോക്കിക്കൊണ്ട് വിവാഹം കഴിക്കുന്നവരാണ്. നല്ല തറവാട്ടുകാരാണ്, നല്ല ഖുറൈശി പ്രമുഖരാണ്, ഉന്നത കുലജാതത്തിൽപ്പെട്ടവരാണ്. പരിശുദ്ധമാക്കപ്പെട്ട ദീൻ നോക്കാതെ തറവാടിത്തം മാത്രം നോക്കിക്കൊണ്ട് വിവാഹം കഴിക്കുന്നവരുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ 4ാമതായി പറയുകയാണ്, വലിദീനിഹാ, പരിശുദ്ധമായ ദീൻ നോക്കിക്കൊണ്ട് വിവാഹം കഴിക്കുന്നവരുമുണ്ട്. എന്നാൽ ഫളഫർ ബിദാത്തിദ്ദീൻ, മതബോധമുള്ള, മതനിഷ്ഠയുള്ള, തഖ്വയുള്ളതാകുന്ന, ഖുർആൻ ഓതാൻ അറിയാവുന്ന, ദിക്ർ ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുന്ന നാവുള്ള സാലിഹത്തായ ഇണയെ, തുണയെ, സഖിയെ തിരഞ്ഞെടുക്കണേ. അതിലൂടെ വിജയം വരിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം ഈ പണം ശാശ്വതമല്ല, ഈ നൽകിയതാകുന്ന സൗന്ദര്യവും ശാശ്വതമല്ല. ഇതെല്ലാം എടുത്തു പോകുന്നതാണ്, പോകുന്നതാണ്. ശാശ്വതത്വം കിട്ടുന്നത് ദുനിയാവിലും ഖബറിലും നിനക്ക് കൂട്ടാളിയാകുന്നത് ഇൽമുൻ യുന്തഫഉ ബിഹി, പ്രയോജനപ്രദമാകുന്ന അറിവാണ്, അറിവാണ്.
അതുകൊണ്ട് ദീനിയായ മതബോധമുള്ളതാകുന്ന ആളെ വേണം പുരുഷാ നീ വിവാഹം ചെയ്യാൻ. ഒരാൾ വിവാഹം ചെയ്യുമ്പോൾ അവന്റെ ജീവിത സഖിയായി തിരഞ്ഞെടുക്കുന്നത് ആരെ ആയിരിക്കണം? നല്ല സ്വാലിഹത്തായ പെണ്ണിനെ ആയിരിക്കണം. ഹൈവേയുടെ പണി നടക്കാൻ ബംഗാളിയോടെ പണിയാൻ വേണ്ടി അവന്റെ പെങ്ങൾ വന്ന് സൈറ്റ് അടിച്ചിട്ട് അതിനെയും കൊണ്ട് പോയി റാഹത്തായിട്ട് പോയി കെട്ടി. കാണാൻ കൊള്ളാം, റാഹത്ത് രജിസ്റ്റർ മാരേജ്. എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് റാഹത്തായി കാര്യം നടക്കോ? കാര്യം നടന്ന് നിന്റെ ഉദ്ദേശങ്ങളൊക്കെ നടന്ന് നിന്റെ മുറാദ് ഹാസിരായി. പക്ഷേ ഉമ്മഹു എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പെട്ടില്ല. പെണ്ണിനെ മതബോധമുള്ള ദീനിയായ പെണ്ണിനെ അല്ല തെരഞ്ഞെടുത്തത്. കോളേജിൽ പഠിക്കാൻ പോയപ്പോഴത്തേക്കും അവിടെ ഒരു കാമുകിയുമായിട്ട് എന്തായി പ്രണയത്തിലായി. ആ പ്രണയ ജോഡിയുമായിട്ട് ജീവിത സഖിയാക്കി മാറ്റി. ദീനിബോധമുള്ളവളല്ല, മതബോധമുള്ളവളല്ല. അതിലൂടെ ഉണ്ടാകുന്ന നഷ്ടം ആർക്കാണ്? ആരോടാണ് നീ കടമ പൂർത്തീകരിക്കാതിരുന്നത്? ആ വിവാഹ ജീവിതത്തിൽ നിനക്കുണ്ടാകുന്ന മക്കളോട് കുട്ടികളോടുള്ള കടമ നീ പൂർത്തീകരിച്ചവനല്ല എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതാണ് വിഷയം. നമ്മുടെ വിഷയം അതാണ്. വിഷയത്തിൽ തന്നെ കുട്ടികളോടുള്ള കടമ പൂർത്തീകരിക്കപ്പെടൂല. നീ പോയിട്ട് അന്യജാതിയിൽപ്പെട്ടതും മറ്റതും ഒക്കെ പിടിച്ച് വിവാഹം ചെയ്താൽ മനസ്സിലാക്കണം, ഇസ്ലാമിൽ ഒരിക്കലും അന്യമതത്തിൽപ്പെട്ട പെണ്ണിനെ മതപരിവർത്തനം നടത്തിയിട്ട് വിശുദ്ധ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ട് കല്യാണം കഴിക്കാൻ അള്ളാന്റെ ഖുർആനും ഹദീസും പറയുന്നേ ഇല്ല. മനസ്സിലാക്കണം. ചില ആളുകൾ ചെറുപ്പക്കാർ പറയുന്നുണ്ട്, അതെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ക്രൈസ്തവ മതത്തിൽപ്പെട്ടവളായിരുന്നു, ഹൈന്ദവ മതത്തിൽപ്പെട്ടവളായിരുന്നു, അവളെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. ആര് പറഞ്ഞു നിന്നോട്? ആരാ നിന്നോട് പറഞ്ഞത്? അന്യമതത്തിൽപ്പെട്ടതാകുന്ന ഒരു പെണ്ണിനെ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തിയിട്ട് വിവാഹം കഴിക്കാൻ വേണ്ടി ഏത് മതം പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? ഹദീസ് പറഞ്ഞിട്ടുണ്ടോ? ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ടോ? നീ നിന്റെ സുഖത്തിനും ഭോഗത്തിനും വേണ്ടി ചെയ്തു വെച്ചിട്ട് ഖുർആനും ഹദീസും അതിന് തെളിവായിട്ട് ഉദ്ധരിക്കരുത്. പാടില്ലാത്ത പ്രവർത്തനല്ലേ, ചെയ്യാൻ പാടില്ല. ആ കുട്ടികളുടെ മാതാപിതാക്കൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, മാനഹാനി, പ്രയാസത്തിന് ആര് ഉത്തരവാദിയാണ്? നീ പ്രേമം നടിച്ചിട്ട് അത്തരത്തിലുള്ളതാകുന്ന ലവ് ജിഹാദിന്റെ പ്രവർത്തനം നടത്താൻ വിശുദ്ധ ഇസ്ലാം ഒരിക്കലും പറയുന്നില്ല. ഖുർആനും ഹദീസും അതിന് ശക്തിയുക്തം എതിരാണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ. നേരത്തെ ഇവിടെ സ്വാമി തന്നെ ഓതിയത് കേട്ടില്ലേ? ദീനിൽ, പരിശുദ്ധമായ ദീനിൽ മതപരിവർത്തനത്തിന് യാതൊരു നിർബന്ധമാകുന്ന സംഗതിയേ ഇല്ല. ഒരാളെയും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്താൻ പരിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടില്ല. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ചെറുപ്പക്കാര് നല്ലതുപോലെ മനസ്സിലാക്ക്. ഏതെങ്കിലും ഒരു പെണ്ണിനെ വിളിച്ചിറക്കിയിട്ട് വിവാഹം ചെയ്താൽ നിനക്ക് നിന്റെ സുഖവും ആസ്വാദനവും കിട്ടും. പക്ഷെ അതിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങളോട് നീ കടമയും കർത്തവ്യവും പൂർത്തീകരിച്ചവനാകൂല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മക്കളോട് ചില കടമയുണ്ട്, അവരോട് ചില ഹുഖൂഖുകളുണ്ട്. അത് പാലിക്കാത്തവനായി നീ പോകും. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം പറഞ്ഞത്, ഉമ്മഹു. കുട്ടിയുടെ ഉമ്മയെ തിരഞ്ഞെടുക്കുമ്പോ, മാതാവിനെ അഥവാ നിന്റെ ഭാര്യയെ തിരഞ്ഞെടുക്കുമ്പോ സാലിഹത്തായ പെണ്ണിനെ തിരഞ്ഞെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് ഒന്നാമത്തെ ബാധ്യതയാണ്. മക്കളോടുള്ള ബാധ്യതയാണത്. ഏത്? ഭാര്യയെ തിരഞ്ഞെടുക്കുമ്പോ നല്ല സാലിഹത്തായ പെണ്ണിനെ തിരഞ്ഞെടുക്കണം. ഒന്ന് കുട്ടി ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. മൂന്നെണ്ണ പറയുന്നത്. ഒന്ന്, ഭാര്യയെ തിരഞ്ഞെടുക്കുമ്പോ സാലിഹത്തായിരിക്കണം. രണ്ട്, അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കുട്ടിയുടെ പേര് നന്നാക്കണേ, നല്ല പേരിടണേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നല്ല പേര് കുട്ടികൾക്കിടണം. കുട്ടി ജനിച്ച് 7-ന്റെ അന്നാണ് കുട്ടിയുടെ പേര് വിളിക്കുക. എന്നാണ് പേര് വിളിക്കൽ സുന്നത്ത്. ശരിക്കും മനസ്സിലാക്ക്. ഷാഫി മദ്ഹബ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കുട്ടി ജനിച്ച് 7-ന്റെ അന്നാണ് മുടി കളയേണ്ടത്, അന്നാണ് അറവ് നടത്തേണ്ടത്. അഖീഖയുടെ അറവ്, ദബീഹത്തിന്റെ അറവ് അന്നത്തെ ദിവസമാണ് നടത്തേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ അതിനു മുമ്പ് ഹോസ്പിറ്റലിൽ നിന്നാണ് പ്രസവമെങ്കിൽ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ 3-ന്റെ അന്ന് തന്നെ എന്ത് കൊടുക്കേണ്ടി വരും? പേര് കൊടുക്കേണ്ടി വരും. അപ്പൊ നേരത്തെ തന്നെ തയ്യാറായിക്കോ. നിന്റെ ഭാര്യ ഗർഭം ചുമക്കാൻ തുടങ്ങിയിട്ട് 9 മാസം 10 ദിവസമായി. 9-ാം മാസം എത്തുമ്പോ തന്നെ നീയത്തൊക്കെ ഉസ്താദുമാരോട് ചോദിക്ക്, നേരത്തെ തന്നെ സജ്ജരാകെ. ഇത് പെണ്ണ് ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവിച്ച്, ജില്ലാ ആശുപത്രി പ്രസവിച്ച് രാത്രി 12:30 അന്ന ഉസ്താദിന് വാട്സാപ്പിൽ മെസ്സേജ് വരാണ്. ശൂശുവിന്റെ അർത്ഥം എന്താ ഉസ്താദ്? ഷാഷാദിന്റെ അർത്ഥം എന്താ ഉസ്താദ്? ലൂലാന്റെ അർത്ഥം എന്താ ഉസ്താദ്? ഉസ്താദിന് ഉറക്കത്തില്ല. നേരം വെളുക്കുന്നേരം വരെ ഇത് തന്നെ പരിപാടി.
എടാ നിനക്ക് 2-3 ദിവസം ഇതിനു മുമ്പ് നേരത്തെ ഉണ്ടായിരുന്നില്ല സമയം. എത്രയോ ദിവസമുണ്ട്, 9 മാസം 10 ദിവസം അള്ളാഹു ഇതിനു വേണ്ടി തന്നതാ. തയ്യാറെടുക്ക്, നീ തയ്യാറെടുപ്പെടും. ഒരാണിന്റെ ഒരു പെണ്ണിന്റെയും പേര് നേരത്തെ സജ്ജരാക്കി വെച്ചോ, എന്തായാലും രണ്ടാലൊന്നാകും. അള്ളാഹു തൗഫീഖ് തരട്ടെ. നേരത്തെ തന്നെ റെഡിയാക്കുക നല്ല സാലിഹീങ്ങളാകുന്ന ആളുകളുടെ പേര്. ഇത് പേര് നമുക്കെന്താ പ്രശ്നം? നമ്മളൊരു പേര് പറഞ്ഞാൽ, ഉസ്താദ്മാരൊരു പേര് പറഞ്ഞാൽ അത് ഇഷ്ടമല്ല. ആണ് وإن أحب الأسماء إلى الله عبد الله وعبد الرحمن. അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതായ നാമം ഏതെന്നറിയുമോ? അബ്ദുല്ലാഹ് വ അബ്ദുർ റഹ്മാൻ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ അടിമ, റഹ്മാനായ റബ്ബിന്റെ ദാസൻ, ഈ അർത്ഥം വരുന്ന പേരാണ് അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട് ആ പേരുള്ള ആരെങ്കിലും ഉണ്ടോ? അബ്ദുള്ള ഉണ്ടോ? അവിടെ ഒരാൾ കൈ ഉയർത്തിയുണ്ട്. വല്യുപ്പാടെ പേരാ, ആയിക്കോട്ടെ, എന്നാലും കൈ ഉയർത്തിയല്ലോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. വേറെ ആരെങ്കിലും ഉണ്ടോ? അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഇപ്പൊ അതൊന്നും ഇല്ല, പുതിയ കുട്ടികൾക്കൊന്നും പേര് ഇടില്ല. ഇപ്പൊ കുട്ടികൾ എങ്ങനെ ഇടാ? വാപ്പാടെ പേരിൽ നിന്ന് 2 അക്ഷരം, ഉമ്മാടെ പേരിൽ നിന്ന് 1 അക്ഷരം. ഉമ്മാടെ പേര് സനൂജ, വാപ്പാടെ പേര് മൂസ. ഇവിടുന്ന് സായു എടുത്ത് അവിടുന്ന് മൂസായു എടുത്ത് സമൂസ. എളുപ്പമുണ്ട്. ഇങ്ങനെയൊക്കെയാ പേരിടുക. ഞാൻ വെറുതെ പറഞ്ഞല്ല, എന്തെങ്കിലും അങ്ങ് പേരിടലാണ്. അതിന് ചോദിക്കൊന്നുമില്ല, അലിമികളോട് ബന്ധമില്ല, ഒന്നുമില്ല. ചോദിക്കുന്ന ആരാ? ഗൂഗിൾ മാമനോട് ചോദിക്കാണ്. ഗൂഗിൾ മാമനോട് ചോദിച്ചെന്നാ പറയും. മൂപ്പരെന്ത് ചോദിച്ചാലും നല്ലതേ പറയുള്ളൂ. നല്ല തീമിപ്പെട്ട അംബാനി മാമൻ തന്ന ജിയോ സിമ്മിൽ തുടങ്ങിയതാണ് ഈ നെറ്റുമായിട്ടുള്ള ബന്ധം. അതിങ്ങനെ ഗൂഗിൾ മാമനോട് ചോദിച്ചിട്ട് മൂപ്പരോട് ചോദിച്ച് ഇങ്ങനെ അർത്ഥം വെക്കുക. പലരും ചോദിക്കുമ്പോൾ ഇതാരെ പേരിട്ടാ പറയാം, ഗൂഗിളിനോട് ചോദിച്ചപ്പോൾ ഗൂഗിൾ തന്ന അർത്ഥം. അതാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. മക്കൾക്ക് നല്ല പേരിട്ട് കൊടുക്കണം. ജാഹിലിയ കാലഘട്ടത്തുള്ളതാകുന്ന പല ആളുകളും ഇസ്ലാം മതത്തിലേക്ക് വന്നതിന് ശേഷം പലരുടെയും പേരുകൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാറ്റി എഴുതി എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, ചരിത്ര രേഖയിലുള്ളതാണ്. നബി തങ്ങൾ ആ പേര് വേണ്ട, നല്ലതല്ല, മാറ്റി, നിനക്ക് ഇന്ന പേരിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രവാചകർ പലരുടെയും പേര് മാറ്റിയിട്ടുണ്ട്. അതിനിപ്പോ സമയമില്ലാത്തതുകൊണ്ടാണ് അതിലേക്ക് കിടക്കുന്നത്. അതുകൊണ്ട് മക്കളുടെ പേര് ഇപ്പൊ മോശമാണെങ്കിൽ എത്രയും പെട്ടെന്ന് മാറ്റിക്കോ, നല്ല അർത്ഥമുള്ള പേരിടണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് ശ്രദ്ധിക്കണം. മക്കളോടുള്ള കടമയിൽപ്പെട്ടതാണ് നല്ല ദീനിയായ അർത്ഥമുള്ളതാകുന്ന നല്ല പേര് വാപ്പായും ഉമ്മായും ഇട്ടുകൊടുക്കുക. വാപ്പാടെ ഉമ്മാടെ കടമയാണത്, അവരുടെ കടമയാണത്. ആര് പറഞ്ഞു? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. 3 വയഉല്ലിമുൽ കിതാബ്, പരിശുദ്ധമായ ഖുർആൻ വൃത്തിയായി കൃത്യമായി പഠിപ്പിക്കണേ എന്നും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. 3 കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. 1, ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ അഥവാ കുട്ടിയുടെ മാതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല സ്വാലിഹത്തായ പെണ്ണിനെ തിരഞ്ഞെടുക്കണം. 2, കുട്ടിക്ക് നല്ല പേരിടണം. 3, കുട്ടിക്ക് നല്ല ദീൻ കൊടുക്കണം. അതാണ് ഖുർആൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞതിന്റെ ആകത്തുക. ഖുർആൻ പഠിപ്പിക്കണം. വയഉല്ലിമുൽ കിതാബ്, ഖുർആൻ നല്ലതുപോലെ പഠിപ്പിക്കണം. ഈ 3 കടമയെങ്കിലും നമ്മൾ മക്കളോട് പാലിച്ചിട്ടുണ്ടോ? ചിന്തിക്കുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഈ 3 കാര്യങ്ങളും ആ സഹോദരനോട് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരനുടനെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ നേർക്ക് നേരെ നിന്നിട്ട് പറയുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ മുഅ്മിനീങ്ങളുടെ നേതാവേ, നേതൃത്വമേ, ഞങ്ങൾക്ക് നിങ്ങളോടൊരു പരാതി പറയാനുണ്ട്. ഇന്ന അബീ ഹാദാ യഅഖുനി, ഈ വാപ്പയാണ് എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്. വാപ്പയാണ് എനിക്കെതിരെ പരാതി പറയാൻ വന്നത് എങ്കിൽ എനിക്ക് വാപ്പാക്കിയെതിരിൽ ഒരു പരാതി ഉണ്ട് കേട്ടോ. ഇന്ന അബീ ഹാദാ യഅഖുനി, എന്നെ ഈ വാപ്പയാണ് എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്. മസ്തൻജബ ഉമ്മി,
എന്റെ വാപ്പ എന്റെ ഉമ്മയെ തെരഞ്ഞെടുത്തതല്ല. ഇസ്തറാഹാ ബി 400 ദറാഹിമ, 400 ദിർഹമിന് കമ്പോളത്തിലെ കച്ചവടച്ചരക്കായിരുന്ന, അടിമച്ചന്തയിലെ കച്ചവടച്ചരക്കായിരുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ വിലക്കെടുത്തതാണ്. 400 ദിർഹം കൊടുത്തിട്ടാണ് ഉമ്മയെ വാങ്ങിയത്. അടിമച്ചന്തയിലെ കമ്പോളത്തിൽ കൊണ്ടുവന്ന് വിൽക്കപ്പെടുന്നതായ അടിമ പെണ്ണായിരുന്നു എന്റെ മാതാവ്. ദീനില്ലാത്ത, മതബോധമില്ലാത്തതാകുന്ന വ്യക്തിയാ. അവളെയാണ് എന്റെ വാപ്പ വിവാഹം ചെയ്തത്. അതിലൂടെ എന്നോടുള്ള കടമ എന്റെ വാപ്പ എന്നോട് ഒന്നാമതായി വീട്ടിയിട്ടില്ല. രണ്ടാമത് വമാ ഹസ്സന ഇസ്മി, എന്റെ പേര് എന്റെ വാപ്പ നന്നാക്കിയിട്ടില്ല. സമ്മാനി ജ്വാല, എനിക്ക് പേര് വെച്ചത് ജ്വാല എന്നാണ്. ജ്വാല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കരിവണ്ട് എന്നർത്ഥം. കരിവണ്ട് മോനെ, ഇത്ര നാളെ വിളിച്ചുകൊണ്ടിരുന്നത് കരിവണ്ട് മോനെ. അല്ലാഹു മളക്കാക്കട്ടെ. കേൾക്കുമ്പോ നല്ല രസമുണ്ട് ജ്വാല. പെണ്ണുങ്ങൾ ഇപ്പൊ തന്നെ പേന എടുത്ത് എഴുതി കൊടുക്കും, നമ്മുടെ പേരെ കുട്ടിക്ക് ഇടാന്ന് എഴുതി. ഇടാതിരിക്കാനാ പറഞ്ഞു കേട്ടോ, ഈ പേര് ഇടരുത്. പേരിന്റെ അർത്ഥം എന്താണ്? കേൾക്കുമ്പോ നല്ല രസം, ജ്വാല, നല്ല രസമുണ്ട്. അർത്ഥം എന്താണ്? കരിവണ്ട് എന്നാണ് അർത്ഥം. എന്റെ വാപ്പ എന്നോടുള്ള പേര് ഇന്ന് വരെ നന്നാക്കിയിട്ടില്ല. മകൻ പരാതി പറയാൻ, വാപ്പ ഇവിടെ എന്തിനാ മകന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് വന്നത്? ഈ മകൻ എന്നെ ബുദ്ധിമുട്ടിക്കുന്നു, മകൻ എന്നോടുള്ള കടമ പൂർത്തീകരിച്ചിട്ടില്ല എന്ന് പറയാനാണ് വന്നത്. പക്ഷെ അവസാനം വാദി പ്രതിയായി. വാപ്പാക്കെതിരെ ഇപ്പൊ മകൻ കേസ് ഫയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ പേര് നന്നാക്കിയിട്ടില്ല. സമ്മാനി ജുഅല, എന്റെ പേര് വെച്ചത് ജുഅല, കരിവണ്ട് എന്നർത്ഥം വരുന്ന പേരാണ്. وما علمني شيئا من كتاب الله, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, മുസൽമാന്റെ കാറ്റലോഗാകുന്ന ഖുർആൻ, വള്ളിമുള്ളി വ്യത്യാസമില്ലാതെ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന പരിശുദ്ധ പ്രവാചകരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കപ്പെട്ടതായ വിശുദ്ധമാക്കപ്പെട്ടതായ ഖുർആൻ. ആ ഖുർആനിൽ നിന്നൊരു ഹർഫ് പോലും, ഒരു ചുക്കും എന്നെ പഠിപ്പിച്ചിട്ടില്ല. വമാ അല്ലമനി ശൈഅൻ മിൻ കിതാബില്ലാഹ്, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ നിന്ന് ഒരായത്ത് പോയിട്ട് ഒരു ഹർഫ് പോലും എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എന്നോടുള്ള കടമകൾ പൂർത്തീകരിക്കാത്തത് വാപ്പയാണ്. ഇന്ന അബീ ഹാദാ യഉഖുനി, അല്ലേ അമീറുൽ മുഅ്മിനീനെ, ഈ വാപ്പയാണ് എന്നോടുള്ള കടമ പൂർത്തീകരിക്കാത്തത് എന്ന് മകൻ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വാപ്പയെ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് ദേഷ്യത്തോടു കൂടി പറയുകയാണ്, തനഹ അന്നി, മാറി നിൽക്കടാ, അന്നക ഖുൽത അന്ന ഇബ്നക ഖദ് യഅഖുക, നീ എന്നോട് പറഞ്ഞു നിന്റെ മകൻ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന്. എന്നാൽ വഖദ് അഖഖതഹു ഖബ്ല ദാലിക്, അതിനു മുമ്പ് തന്നെ നീയാണ് അവനെ പ്രയാസപ്പെടുത്തിയിട്ടുള്ളത്. നീ അവനോടുള്ള കടമകൾ പൂർത്തീകരിച്ചവനല്ല. അതുകൊണ്ട് മാറിപ്പോകടാ എന്ന് ദേഷ്യത്തോടുകൂടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ചാണ് 100 കേസ് ഇപ്പോഴും ഫയൽ ചെയ്യാനുള്ളത്, അല്ലേ? ശരിയല്ലേ? ഉസ്താദിനെ കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഉസ്താദിന്റെ മോനെ മുഖമാഫിയ ഉസ്താദ്, SSLCക്ക് ആകെ 5A+ ഉള്ളു. പറയുന്ന വാപ്പാടെ പ്രോഗ്രസ് ഒന്ന് കാണണം. ഉസ്താദ് പിന്നെ മയ്യത്ത് ശ്രോതാക്കളുടെ സൈഡി അടങ്ങാം. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. നമ്മുടെ പ്രോഗ്രസ്സാരുടെ അവസ്ഥ എന്താ? മക്കളെ വലിയ കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇയാളങ്ങ് വലിയ ബുദ്ധി സാമ്രാട്ടാണ് പടച്ചവനെ. എന്തിനാണ് ഇങ്ങനെ? എടാ 50-ൽ 47 മാർക്ക് വാങ്ങിയവന്റെ 3 മാർക്ക് എവിടെയെന്നല്ല ചോദിക്കേണ്ടത്. അപ്പൊ അവൻ അടുത്ത പരീക്ഷയ്ക്ക് 3 മാർക്കായിട്ട് വരും. വാപ്പാക്ക് 3 മാർക്ക് വലിയ കാര്യം. അപ്പൊ അടുത്ത എക്സാമിന് എത്ര മാർക്ക് കൊണ്ടുവരും? ആ 3 കൊണ്ടുവരും. 47 പോയി. നമ്മൾ അവർക്ക് എപ്പോഴും പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കണം, നെഗറ്റീവ് സ്ട്രോക്ക് അല്ല കൊടുക്കേണ്ടത്.
കുട്ടികളുടെ മനസ്സിൽ എപ്പോഴും കൊടുക്കണം, അൽഹംദുലില്ലാ എൻ്റെ മകൻ 47 മാർക്ക് വാങ്ങി, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. എത്ര കുട്ടികളാ സ്കൂളിലുള്ളത്? ക്ലാസ്സിൽ തന്നെ 10-30 കുട്ടികളുണ്ട്. അതിനിടയിൽ എൻ്റെ മോൻ 47 വാങ്ങിയില്ലേ, മാഷാ അല്ലാഹ്, ഇങ്ങ് വാ മോനിങ് വാ, അല്ലെ മോളിങ് വാ. നെറ്റിയിലൊരു ചുംബനം കൊടുക്കണം വാപ്പ, ഉമ്മ കൊടുക്കണം. കുട്ടികൾക്ക് മനസ്സിന് ഭയങ്കര റാഹത്ത്. അപ്പൊ കുട്ടി ഇങ്ങനെ ഓർക്കും, പഠിച്ചവനെ 3 മാർക്കിന്റെ കാര്യം ഒന്നും പറയുന്നില്ലല്ലോ, ഒരു 3 മാർക്കിന്റെ കുറവ്, ഇൻഷാ അല്ലാഹ് അത് അടുത്ത പ്രാവശ്യം റെഡിയാവും, അൽഹംദുലില്ലാ. അതൊക്കെ നല്ല റാഹത്തായിട്ട് പഠിക്കും. അങ്ങനെ ഒന്ന് പ്രോത്സാഹനം കൊടുത്തു നോക്കി, അടുത്ത വർഷം ആ 3 മാർക്ക് കൂടി കൊടുക്കും. കാരണം കുട്ടിയുടെ മനസ്സിൽ ആ 3 മാർക്ക് കൂടി വാങ്ങണം, അപ്പോഴേ എൻ്റെ വാപ്പാക്ക് പൂർണ്ണ സന്തോഷമാവുള്ളൂ എന്ന ചിന്താഗതി വരിക. മറ്റേത് നേരെ തിരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. 3 മാർക്ക് എവിടെ ശ്രോതാക്കളുടെ മക്കാമി അസീതാമറയിലെ ഓതത്തില്ല, ഉള്ള ബിരിയാണി അടിച്ചെടുക്കുക, കുഴിമന്തി, അൽഫാം, പെരിപ്പെരി അൽഫാം മൊത്തം അടിച്ച് കീറിങ്ങി നടക്കുക. അവനെ ഒറ്റപ്പെടുന്ന ഒറ്റപ്പാടും ബഹളം. അന്ന് ഇറങ്ങിപ്പോയതാണ്, പിന്നെ അവൻ തിരിച്ചു വന്നിട്ടില്ല. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് മക്കളോട് പെരുമാറേണ്ട രീതി, ശൈലി ഒരു മാറ്റം വരുത്തണം. കാടത്വ സ്വഭാവം മാറ്റണം. നമ്മൾ നമ്മുടെ ചെറുപ്പത്തിൽ ചിന്തിക്കണം, നമ്മൾ എത്രയോ അറിവില്ലായ്മയിൽ നിന്ന് വന്നവരാണ്. അതിലേക്ക് വെച്ച് നോക്കുമ്പോൾ മക്കൾ അൽഹംദുലില്ലാ റാഹത്താണ്. പക്ഷെ ആ മക്കൾക്ക് ആത്മീയത നഷ്ടപ്പെട്ടു പോകരുത്. നിസ്കാരം 5 വഖത്ത് അത് ചിട്ടയായി കൊടുത്തിരിക്കണം. ഏതെല്ലാം കോളേജുകളിലേക്കും എവിടൊക്കെ വിട്ടാലും മകനെ നിസ്കരിക്കണം, അത് കൽപ്പിച്ചുകൊണ്ടേയിരിക്കണം. നിർബന്ധമാണ്. മക്കളോടുള്ള അമാനത്താണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ നിസ്സാര വിഷയമല്ല, നമ്മുടെ ജീവിത വിജയത്തിന്റെ നിദാനമാണ്. മോമിനായ മനുഷ്യന്റെയും അവിശ്വാസിയുടെയും ഇടയിലുള്ള അടയാളം, അലാമത്ത് നിസ്കാരമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അത് ഒഴിച്ചിട്ട് ഒരു പരിപാടിയും വേണ്ട. ഏത് കോളേജിലും ഏത് വിദ്യാഭ്യാസവും എന്തും നുകർന്നോട്ടെ, പക്ഷേ ളുഹറിന്റെ സമയത്ത് ളുഹർ നിസ്കരിച്ചിരിക്കണം, അസറിന്റെ സമയത്ത് അത് നിസ്കരിക്കണം, മഗ്രിബിന്റെ സമയത്ത് അത് നിസ്കരിക്കണം, ഇശാഇന്റെ സമയത്ത് അവ്വൽ വഖത്തിൽ നിസ്കരിക്കണം, സുബഹിയുടെ സമയത്ത് എഴുന്നേറ്റ് സുബഹി നിസ്കരിച്ചിരിക്കണം. അതിന് ഖൈറുണ്ട്. അത് ഒഴിവാക്കിയിട്ടുള്ള വിദ്യാഭ്യാസം വേണ്ട, അത് ഒഴിവാക്കിയിട്ടുള്ള പൈസയും വേണ്ട, ഒരു ജോലിയും വേണ്ട വാപ്പാക്ക് ഉമ്മാക്ക്. അതുകൊണ്ട് യാതൊരു ഖൈറും ഇല്ല. മനസ്സിലായിക്കോ? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ലാ തദഅ ഫീനാ ശഖിയൻ വലാ മത്റൂദൻ വലാ മഹറൂമാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പരാജയത്തിന്റെ അഖിലുകാരെ ഉൾപ്പെടുത്തരുത് അല്ലാഹ്. നിന്റെ അനുഗ്രഹങ്ങളെ തൊട്ട് വിദൂരമാക്കപ്പെട്ട, ബറക്കത്തിനെ തൊട്ട് അകത്തിപ്പെട്ടതായ ആളുകളെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുത് അല്ലാഹ്. ഉടനെ സഹാബത്ത് ചോദിക്കുകയാണ്, വമനി ശഖിയുൽ മഹറൂം യാ ഹബീബല്ലാഹ്. നബിയേ, ആരാണ് പരാജയത്തിന്റെ വക്താവ്? ആരാണ് അനുഗ്രഹങ്ങളെ തൊട്ട് വിദൂരമാക്കപ്പെട്ടവൻ? അല്ലാഹുവിന്റെ റസൂൽ ഉടനെ മറുപടി നൽകുകയാണ്, താരിഖു സ്വലാ, താരിഖു സ്വലാ, ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ ഫലാഹ്. നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്നുള്ള ശ്രവണ സുന്ദരമായ ബാങ്കുലികൾ കർണപുടത്തിൽ അരയൊലി കൊള്ളുന്നതായ ഏതൊരു മുസ്ലിം ഉണ്ടോ, ഏതൊരു സഹോദരി ഉണ്ടോ, ബാങ്ക് വിളിച്ചിട്ട് ഉത്തരം കൊടുക്കാതെ നമസ്കാരത്തെ ഗൗനിക്കാതെ പോകുന്നവരില്ലേ, നമസ്കാരത്തെ ഉപേക്ഷിക്കുന്നവരില്ലേ, അവരാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ തൊട്ട് വിദൂരമാക്കപ്പെട്ട പരാജിതരെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. ബറക്കത്തുണ്ടാവൂല എന്നർത്ഥം, ജീവിതത്തിൽ യാതൊരു ഐശ്വര്യം ഉണ്ടാവൂല. നമ്മൾ പറയുമല്ലോ, ഉസ്താദെ എൻ്റെ മകൻ PG വരെ പഠിച്ചു, എൻ്റെ മകൻ ഡോക്ടറേറ്റ് എടുത്തു, എൻ്റെ മകൾ ഇന്നതുവരെ പഠിച്ചു, പക്ഷെ നല്ലൊരു ജോലി കിട്ടുന്നില്ല. ഒരുപാട് വേക്കൻസി ഒക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര കാശും ഭയങ്കര ഇതാണ്, ഭയങ്കര ബുദ്ധിമുട്ടില്ല. എന്താ കാരണം? നിസ്കാരം തർത്തീബാകട്ടെ. നിസ്കാരം കറക്റ്റ് ആയവന് അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്കിന്റെ കവാടം തുറക്കും. ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മതഅനാ ബിഹി അസ്വാജം മിൻഹും സഖറത്തൽ ഹയാത്തിദ് ദുനിയാ ലിനഫ്തിനഹും ഫീ വറിസ്ഖു റബ്ബിക ഖൈറു വഅബ്ഖാ.
വഅ്മുർ അഹ്ലക ബിസ്സലാത്ത് വസ്തബിർ അലൈഹാ ലാ نسألك رزقا نحن نرزقك والعاقبة للتقوى. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, നബിയേ നബിയേ, ദുനിയാവിൻ്റെതാകുന്ന സൗരഭ്യത്തിലേക്ക്, ദുനിയാവിൻ്റെ ആസ്വാദനത്തിലേക്ക് തങ്ങളുടെ കണ്ണ് നീട്ടണ്ട റസൂലേ, അതിലേക്ക് കൊതി പോകണ്ട ഹബീബേ. വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും. ഭൗതിക ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഇണകൾക്ക് നൽകിയിട്ടുള്ളതാകുന്ന സൗകര്യങ്ങളെ കണ്ടുകൊണ്ട് ചിന്തിച്ചിട്ട്, മനുഷ്യ നിന്റെ കണ്ണ് അതിലേക്ക് മഞ്ഞളിക്കണ്ട, അതിലേക്ക് തൽപരനാകണ്ട. ലിനഫ്തിനഹും ഫീ, അവർക്ക് ഈ കൊടുത്തതാകുന്ന ഭൗതിക ലോകത്തെ ആഡംബരങ്ങളും ആസ്വാദനങ്ങളും ജീവിത സുഖവും അതൊക്കെ പരീക്ഷണമാണ് എന്ന് പറയാം. നമ്മൾ ചില അയൽവാസികളെ കാണുമല്ലോ, അടിപൊളി വീടാട്ടോ, സെറ്റപ്പ് ആണല്ലോ. എത്ര സ്ക്വയർ ഫീറ്റാ? 10,000 സ്ക്വയർ ഫീറ്റ് ഉള്ളത്. 10,000 സ്ക്വയർ ഫീറ്റ്, 10,000 ഒന്നുമില്ല. കാസർഗോഡൊക്കെ വന്ന് നോക്കും, സുബ്ഹാനല്ലാഹ്. ഈ അടുത്തൊരു 33 കോടി രൂപയുടെ ഒരു വീട് ഉൾക്കൊള്ളിച്ചു. തസ്ബീഹിന്റെ എണ്ണം, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. 33 എണ്ണം പിടിച്ചപ്പോൾ മൂപ്പർക്ക് തോന്നി, 33 കോടിയുടെ പടിയാ. കാസർഗോഡ് ഈ അടുത്ത് 3 നില ലിഫ്റ്റാണ്, മേലോട്ടും താഴോട്ടും പറന്ന് കിടക്കാം. 33 കോടിക്കൊന്നും വിലയില്ല. അങ്ങനത്തെ സാധുക്കളാണ് കാസർഗോഡൊക്കെ ഉള്ളത്, പാവങ്ങൾ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ശരിക്കും ശ്രദ്ധിക്കണേ. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നമ്മളെ കണ്ണെന്ത് ചെയ്യണ്ട, മഞ്ഞളിക്കണ്ട. ഓ ഭയങ്കര സെറ്റപ്പാണല്ലോ, പടച്ചറബേ എന്താ ഇവർക്കൊക്കെ. ഫോക്സ് മാഗസിനിൽ ഈ അടുത്ത് വന്നു പുതിയ 2024 വന്ന വാർത്ത. കേരളത്തിലെ വീണ്ടും ഏറ്റവും വലിയതാകുന്ന ധനികനായി ആരെ തെരഞ്ഞെടുത്തു? യൂസുഫ് അലി സാറിനെ തെരഞ്ഞെടുത്തു. 63,000 കോടിയാണ് അദ്ദേഹത്തിന്റെ ആസ്തി. എത്രയാണ്? 63,000 കോടി രൂപ. ഇത് കേൾക്കുമ്പോ തന്നെ ചിലർക്ക് നെഞ്ചിടിപ്പ് കൂടി. 1 കോടിയല്ല, എത്രയാണ്? 63,000 കോടി. അതാണ് ആസ്തി. സുബ്ഹാനല്ലാഹ്. എന്താണ് അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മൾ എന്തോല്ലോ കാശ്, ഭയങ്കര കാശ്. നാളെ തന്നെ മുമ്പേ ഒന്നും കൂടെ പോകണം. എടപ്പള്ളി കഴിഞ്ഞ ദിവസം ഒന്ന് പോയതായിരുന്നു, ലുലുമാലിൽ. അതിലെ കൂടെ ഒന്നും കൂടെ ഒന്ന് പോകണം, കിട്ടിയെങ്കിലാട്ടെ. ഇപ്പൊ തന്നെ ചില നിയത്ത് വെച്ച് അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഇതൊന്നുമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് കൊടുക്കാൻ വിചാരിച്ച ഇതൊന്നുമല്ല. ഇതിനേക്കാൾ വലുത് റിസ്കിന്റെ കവാടം നിനക്ക് അള്ളാഹു തുറന്നു തരും. ഖാറൂനും ഫിർഔനും നമ്രൂദും ഹാമാനും ഒക്കെ ഇവിടെ കഴിഞ്ഞു പോയില്ലേ? ലോകം കണ്ട ഏറ്റവും വലിയ ധനികനായിരുന്നല്ലോ ഖാറൂൻ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യനാണ്. വ ഇന്ന മഫാതിഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ. ഖുർആൻ പറയുന്നുണ്ട്, മുഫസ്സിരികൾ രേഖപ്പെടുത്തുന്നു, 72 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള നിധിക്കും ഭാരങ്ങളുടെ താക്കോൽ കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. ഖാറൂൻ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ധനികനെന്ന് വിശുദ്ധമായ ഖുർആൻ. 72 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള നിധികളല്ല, നിധി കുംഭാരങ്ങളുടെ വൈഡൂര്യങ്ങൾ, മാണിക്യങ്ങൾ, പവിഴങ്ങൾ ഒക്കെ തുടങ്ങിയിട്ടുള്ള സ്വർണവും വെള്ളിയൊക്കെ ഉൾപ്പെടുന്ന വലിയ വലിയ നിധികളുടെ കലവറകളുടെ താക്കോല് എത്ര ഒട്ടകം വഹിക്കും? 72 ഒട്ടകം വഹിക്കും. ഒരൊട്ടകം എത്രയാ വലിച്ചോണ്ട് പോവാ? സുബ്ഹാനല്ലാഹ്, എത്ര വെയിറ്റ് കൊണ്ടുപോവാ? ചിന്തിക്കുക. 72 ഒട്ടകങ്ങൾ വഹിക്കും താക്കോൽ കൂട്ടം. അത്രയേറെ മുഫസ്സിരിങ്ങൾ വിശദീകരിക്കാൻ, അത്രയേറെ വലിയതാകുന്ന നിധി കുംഭാരങ്ങളുടെ നിധിയാണ്. സ്വർണ്ണം വെള്ളിയൊന്നും അല്ല. നമ്മൾ ഇന്ന് സ്വർണ്ണം വെള്ളിയല്ല കാണാം, മറ്റേത് നിധികളാണ്. വലിയ കൻസാൻ, കുനൂസുകൾ, വലിയ വലിയതാകുന്ന ജൗഹർ, മാണിക്യങ്ങൾ, മുത്തുകൾ, പവിഴങ്ങൾ, അതിന്റെയൊക്കെ വലിയ സൂക്ഷിപ്പ് സ്വത്തായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹം അള്ളാഹുവിനെ ധിക്കരിച്ചു, റബ്ബിനെ മറന്നു, വിസ്മരിച്ചു, മൂസാ നബിയെ കളവാക്കി, നാട്ടിൽ വ്യഭിചാരവും പരിപൂർണമായി നടമാടി, അന്യരാകുന്ന സ്ത്രീകളുമായി നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് ലൈംഗിക ബന്ധത്തിൽ വേഴ്ച നടത്താൻ വേണ്ടി സ്വർണ്ണ നാണയം വാരി വിതറി, ഇഷ്ടമുള്ളതാകുന്ന ഇസ്രായേലി പെൺകുട്ടികളുമായി സ്വവർഗരതിയും അല്ലാത്തതുമാകുന്ന പ്രവണതകളിൽ നിങ്ങൾ ഏർപ്പെട്ടുകൊള്ളുക എന്ന് പറഞ്ഞ് സ്വർണം വാരി വിതറി നാട്ടിൽ അരാജകത്വം സൃഷ്ടിച്ചപ്പോൾ അല്ലാഹു പറയുന്നു, അവനെയും അവന്റെ കെട്ടിട സമുച്ചയത്തെയും അവന്റേതാകുന്ന സമ്പത്തുകൾ മുഴുവനെയും ഭൂമി പിളർത്തിയിട്ട് അള്ളാഹു ഭൂമിക്കടിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ.
ഇന്നും നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന 2024 ഈ വെള്ളിയാഴ്ച രാവിലെ ഈ സുദിനത്തിലും ഈ സമയത്തും ഭൂമിക്കടിയിലേക്ക് അവനും അവന്റെ കെട്ടിട സമുച്ചയങ്ങളും അവന്റെ നിധി കുംഭാരങ്ങളും അല്പാൽപമായി താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്ന് മുഫസ്സിരീങ്ങളിൽ പലരും അർത്ഥം വെച്ചിട്ടുണ്ട്. ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇന്നും അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്തിന്റെ പേരിലാണ്? അഹങ്കരിച്ചു, ധിക്കരിച്ചു, മൂസാ നബി അലൈഹി സ്വലാമിനെ കൊണ്ട് കളവാക്കി, അള്ളാഹുവിനോട് വെല്ലുവിളിച്ചു. സമ്പത്ത് അധികരിച്ചപ്പോൾ അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. സമ്പത്ത് അതൊന്നും വലിയ വിഷയമൊന്നുമില്ല. അള്ളാഹുലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അള്ളാഹു കൊടുക്കുന്നതാണ് ഇതൊക്കെ, മനസ്സിലാക്കണം. ഇവർക്കെല്ലാം കൊടുത്തത് അള്ളാഹുവാണ്, നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതും അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ ഖജനാവ് വിശാലമാണ്, അത് ഓർക്കണം. പക്ഷെ നീ എന്ത് ചെയ്യണം? നിസ്കാരം 5 വഖത്ത് മോമിനായ മനുഷ്യനായതുകൊണ്ട് നീ നിസ്കാരം കറക്റ്റായി മുന്നോട്ട് പോകണം. നിനക്ക് റിസ്ഖ് വിശാലമാവും. അള്ളാഹ് പറയാണ്, ദാ സൂറത്ത് ത്വാഹാണ് ഇപ്പോൾ ഓതിയത്, ത്വാഹ സൂറത്ത്. അള്ളാഹുവിന്റെ റിസ്ഖാണ്, അവന്റെ വിഭവങ്ങളാണ് ഏറ്റവും ഖൈറ് കേട്ടോ, ഏറ്റവും കരണീയമായതും ഏറ്റവും ശാശ്വതത്വമുള്ളതും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത ആയത്തിലൂടെ പറയുകയാണ്, വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. റിസ്ഖ് വേണോ, വിഭവങ്ങൾ വേണോ, സമ്പത്ത് വേണോ, സന്താനം വേണോ, മക്കളെ വേണോ, വാഹനം വേണോ, വീട് വേണോ, വലിയതാകുന്ന ഭൂസ്വത്ത് വേണോ, സന്താന സൗഭാഗ്യം വേണോ, എല്ലാ വിഭവങ്ങളിൽ ഉൾക്കൊള്ളുന്നതാണ്. എന്നാൽ നീ നിന്റെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ. അതിന്മേൽ ക്ഷമ അവലംബിച്ചുകൊണ്ട് നീ നിലകൊള്ളണേ. അഹ്ല് ഇയാൽ എന്ന് പറഞ്ഞാൽ, അഹ്ൽ എന്ന് പറഞ്ഞാൽ ആദ്യം അതിൽ പെടുക ആരാണ്? ഭാര്യ, പിന്നെ സന്താനങ്ങൾ. നിന്റെ ഭാര്യയെ മക്കളോടും ഭർത്താവ് എന്ന നിലയ്ക്ക് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. ഖുർആനാണ് ഈ പറഞ്ഞത്. പലപ്പോഴും ഭർത്താക്കന്മാർ ആരോട് പറയാറില്ല? ഭാര്യയോട് പറയാറില്ല. മക്കളോട് പറഞ്ഞാലും ഭാര്യയോട് പറയില്ല. പോയി നിങ്ങൾ ഭയങ്കരിക്ക് അങ്ങനെ പറയുന്ന സൈസിനെയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യൂല? ഇങ്ങോട്ട് പറയൂല. അതുകൊണ്ടെന്താ ഈ വീട്ടിൽ അരാജകത്വമാണ്. അവൾ എപ്പോഴും സീരിയൽ കണ്ടുകൊണ്ടിരിക്കാൻ, എപ്പോഴും ഇത്തരത്തിലുള്ളതാകുന്ന റിയാലിറ്റി ഷോകൾക്ക് അടിമയാണ്. മൊബൈൽ ഫോണിന്റെ തരംഗത്തിൽ തന്നെ നിലകൊള്ളാൻ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഇന്ന് സഹോദരിമാരാണ്. ഭർത്താവ് പള്ളിയിലേക്ക് പോയാലും ആ സമയത്ത് മൊബൈൽ, തിരിച്ചു വരുമ്പോഴും അവള് മൊബൈൽ. അവളെപ്പോഴും അശ്ലീലത കണ്ടുകൊണ്ടിരിക്കാൻ. അവളെ നീ കൽപ്പിക്കണം, വഅ്മുർ അഹ്ലക്, നിന്റെ പ്രിയപ്പെട്ട ഇണയോട്, സഖിയോട്, തുണയോട്, നിന്റെ പ്രിയപ്പെട്ട മക്കളോട്, ആൺമക്കളെ കൈക്ക് പിടിച്ച് നീ പള്ളിയിലേക്ക് പോകുമ്പോൾ, നീ ജമാഅത്തിന് പോകുമ്പോൾ നിന്റെ കൂടെ കൂട്ടി പെൺകുട്ടികളെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോടൊപ്പം തന്നെ അവ്വൽ വഖത്തിൽ നിസ്കരിപ്പിക്കാൻ ഭാര്യയോട് കൽപ്പിക്കണം. ബാങ്ക് വിളിക്കുമ്പോൾ ഭാര്യയോട് പറയണം നിസ്കരിക്കണമെന്ന് പറയണം. ഭർത്താവിന്റെ കടമയാണെന്ന് വിശുദ്ധ ഖുർആൻ. നമ്മൾ നിസ്കരിക്കണം, ഭാര്യയോട് കൽപ്പിക്കുകയും വേണം. വസ്തബിർ അലൈഹ, അല്ലാഹ് വീണ്ടും പറയുന്നു, ആ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിന്റെ മേലും നീ ക്ഷമ അവലംബിക്കണം. കാരണം ഭാര്യയോട് പറയുമ്പോൾ നീ പള്ളി പോയിട്ട് തിരിച്ചു വരുമ്പോഴും ആ സൈസ് അങ്ങനെ തന്നെ കിടക്കുകയാണ്. അപ്പൊ നീ ക്ഷമിക്കണം, വീണ്ടും പറയണം, അള്ളാഹു നമുക്ക് എല്ലാം സൗഭാഗ്യം തന്നെയാണ്, നീ എന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യരുത്, ഉഴപ്പരുത്, പോയി നിസ്കരിക്കും ആഹത്തായിട്ട്. എന്നിട്ട് വളരെ സൗമ്യമായിട്ട് ചപ്പാടും വെള്ളം ഉണ്ടാക്കി 3 ദിവസത്തേക്ക് കഞ്ഞിമുടി മുട്ടിക്കണ്ട, ആഹത്തായിട്ട് പതുക്കെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വലിയ ഷോ കാണിക്കാൻ പോയത് ഉള്ള കൂടി പോകും. അള്ളാഹു മുളക്കാക്കട്ടെ. അതുകൊണ്ട് എന്ത് ചെയ്യാൻ മതി, ഒരു ഹിക്മത്തില് നമ്മൾ സൗഭാഗ്യങ്ങളെ എണ്ണി പറയും. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന നേട്ടങ്ങളെ, മറ്റുള്ളവർക്ക് കൊടുത്തിരിക്കുന്ന എത്രയോ അദാബുകൾ, പ്രശ്നങ്ങൾ, അത് വെച്ച് ചേർത്ത് നോക്കുമ്പോൾ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അംഗവൈകല്യങ്ങൾ നൽകിയിട്ടില്ല. കൈകാലുകൾക്ക് സ്വാധീന ശക്തി നൽകി, നല്ലൊരു വീട് പടച്ചിറപ്പ് നൽകി, നല്ലൊരു വാഹനം നൽകി, സന്താനങ്ങളെ, കൺകുളിർമയാകുന്ന സന്താനങ്ങളെ പടച്ചിറപ്പ് നൽകി. ഒരാളുടെ മുന്നിൽ പോയി കൈനീട്ടേണ്ട, യാചിക്കേണ്ട അവസ്ഥയില്ല. ഇന്ന് ഈ സമയം വരെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഫലസ്തീനിന്റെ തെരുവോരങ്ങളിൽ വിശന്ന് വലയുന്ന പ്രിയപ്പെട്ട മക്കൾ എത്രയോ പ്രയാസം നവിക്കാൻ, വിശന്ന് വലഞ്ഞിട്ട് നോമ്പ് പിടിച്ചുകൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ അഭയാർത്ഥി ക്യാമ്പിൽ വന്നുകൊണ്ട് ഭക്ഷണത്തിലേക്ക് നീട്ടിക്കൊണ്ട് നിലകൊള്ളുമ്പോൾ അവിടേക്ക് ഇസ്രായേലിന്റെ പട്ടാളത്തിൻ്റെതാകുന്ന ആളുകൾ വന്നുകൊണ്ട് മിസൈൽ വിട്ടിട്ട് പാവപ്പെട്ടതാകുന്ന മക്കളെ കൊന്നൊടുക്കിയില്ലേ? അത് വെച്ച് നോക്കുമ്പോൾ പടച്ചിറപ്പ് നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹം എത്രയാ, അല്ലാഹു നമുക്ക് വാരിക്കോരി നൽകിയിരിക്കുന്ന നിഅമത്ത് എത്രയാണ്. നമുക്ക് കണ്ണിന് കാഴ്ച
കാഴ്ചശക്തി നൽകിയില്ലേ, കാതിന് കേൾവി ശക്തി നൽകിയില്ലേ, കൈകാലുകൾക്ക് സ്വാധീന ശക്തി നൽകിയില്ലേ, ഹൃദയം കൊണ്ട് നാഥനാകുന്ന പടച്ച റബ്ബിനെ സ്മരിക്കുവാനും ഓർക്കുവാനുമുള്ള ശേഷി അല്ലാഹു നൽകിയില്ലേ. ഭാര്യയെ പറഞ്ഞു സമ്മതിപ്പിക്കണം. അതുകൊണ്ട് വഅ്മുർ അഹ്ലക ബിസ്സലാ, ഖുർആൻ പറയുന്നു നിന്റെ ഭാര്യയോട് പറയണം, മടിക്കരുത്. പുതിയ ചെറുപ്പക്കാർ അവർ മടിക്കുന്നവരാണ്, ഭാര്യ ഉപദേശിക്കാൻ മടിയാൻ. ഏറ്റവും അഹ്ലി അയ്യാൽ എന്നാണ് പറയാ, അഹ്ലി അയ്യാൽ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ട് അഹ്ലിനെ മാത്രം, അഥവാ നിന്റെ ഭാര്യയോട് എടുത്തു പറയണം. വസ്തമിർ അലൈഹ, അതിന്മേൽ ക്ഷമിക്കുകയും വേണം. നിന്റെ ഭാര്യയും കുടുംബവും നിസ്കരിച്ചാൽ അല്ലാഹു പറയുന്നു നിനക്ക് റിസ്ക് ഉറപ്പാണ്. നിങ്ങളുടെ വീട്ടിൽ പിന്നെ റിസ്ക് മുടങ്ങൂല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്, ഞാൻ ഈ പറയുന്ന വിഷയം അക്കമിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ അന്നം മുട്ടൂല. അന്നദാതാവായ അള്ളാഹുവിനെ ഓർത്താൽ അള്ളാഹു നിങ്ങളുടെ അന്നം മുട്ടിക്കൂല. എഴുതി വെച്ചോ, ഞാൻ ഈ പറയുന്നത് ഖുർആനാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 5 വഖത്ത് നിസ്കാരം പറക്കാട് ദേശത്തുള്ള പഴയങ്ങാടിയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ നിങ്ങൾ നിലനിർത്തി പോന്നാൽ മഹാനാകുന്ന അസയ്യിദ് അഹ്മദുർ റിഖാബ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനുഭാവന്റെ ആണ്ട് നേർച്ചയോടനുബന്ധിച്ചുകൊണ്ട് അതിശക്തമായ ഭാഷയിൽ പറയുകയാണ്, ബഹുമാനപ്പെട്ടവരുടെ ഉറൂസ് കഴിച്ചുകൊണ്ട് നിലകൊള്ളുന്ന പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ നമസ്കാരം 5 വഖത്ത് ചിട്ടയായി നിലനിർത്തിയാൽ ഈ നാട്ടിൽ ഒരാൾ പട്ടിണി കിടക്കേണ്ടി വരൂല. എഴുതി വെച്ചോ, ശ്രദ്ധ പറയല്ല, ഖുർആനാണ്. അല്ലാഹു പറയുന്നു ഞാൻ നിങ്ങളോട് റിസ്കിനെ തേടുന്നില്ല. എനിക്ക് പാലഭിഷേകം നിങ്ങൾ നടത്തേണ്ട, എനിക്ക് തേനഭിഷേകം നിങ്ങൾ നടത്തേണ്ട, എനിക്ക് കൊണ്ടുവന്ന ഭക്ഷണം നിങ്ങൾ ഒഴിക്കേണ്ട. ഞാൻ നിങ്ങൾക്ക് റിസ്ക് നൽകും. നാമാണ് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത്. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയാ, നാം നിങ്ങൾക്ക് റിസ്ക് തരാം. നിങ്ങൾ 5 വഖത്ത് നിസ്കരിച്ചാൽ മതി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നീ മാത്രം പോരാ, പിന്നെ ആര് വേണം? നിന്റെ ഭാര്യയും മക്കളും കൂടി വരണം. അതാണ് വിഷയം. അത് നിന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്, വാപ്പാടെ കടമയിൽപ്പെട്ടതാണ്. ചെറുപ്പം മുതലേ ശീലിപ്പിക്കണം. അല്ലാതെ പത്തക്കോല് പോലെ വളർന്ന് ഇനി അവനെ പിടിച്ചു കഴിഞ്ഞാൽ വാപ്പാടെ ഹൽക്കിനൊക്കെ ഒരു അറ്റ തള്ളാണ്. ചെറുപ്പം മുതലേ ശീലിക്കണം. അങ്ങനെ കൊണ്ടുവരുന്ന എത്ര ആളുകളുണ്ട്? ചെറിയ കുട്ടികൾ അവന്റെ മാർക്കം കഴിഞ്ഞത് മുതലേ കൈക്ക് പിടിച്ചിട്ട് പള്ളിയിൽ കൊണ്ടുവരും. 10 വയസ്സെത്തിയത് മുതൽ 7 വയസ്സെത്തുമ്പോൾ നിസ്കരിക്കാൻ കൽപ്പിക്കണം, നോമ്പ് കൊണ്ട് കൽപ്പിക്കണം. 10 വയസ്സെത്തുമ്പോൾ നിസ്കരിക്കുകയില്ല, നോമ്പ് പിടിക്കുന്നില്ല എങ്കിൽ മുറിവ് പറ്റാത്ത നിലയിൽ അടി കൊടുത്തെങ്കിലും ശിക്ഷണം കൊടുത്തെങ്കിലും അവൻ എന്ത് ചെയ്യണം? നിസ്കാരവും നോമ്പും ശീലിപ്പിക്കണം. ഇതാണ് പരിശുദ്ധ ഇസ്ലാം. അങ്ങനെയാണ് വേണ്ടത്. ലാഇബുഹും സുബ്ആ, അദ്ദിബുഹും സുബ്ആ, സാഹിബുഹും സുബ്ആ. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു കുട്ടികളെ ചെറിയ പ്രായം മുതൽ 7 വയസ്സ് വരെ കുട്ടികളോട് കളിച്ചും രസിച്ചും നിലകൊള്ളണം. 7 വയസ്സ് വരെ കുട്ടികളോട് ഇടങ്ങേറുണ്ടാക്കരുത്. അതവരുടെ കളിയുടെ പ്രായമാണ്. എന്നാലും തമീസി എത്തുമ്പോൾ വകതിരിവെത്തുന്ന ഒരു പ്രായം ഉണ്ടാവും. ഒരു 4 വയസ്സ് 5 വയസ്സൊക്കെ എത്തുമ്പോൾ അപ്പൊ അതിനനുസരിച്ച് നമ്മൾ തർത്തീബ് ചെയ്യണം. നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. 7 വയസ്സുവരെ കുട്ടികളെ വല്ലാതെ മുറിവേൽപ്പിക്കാനോ പ്രയാസപ്പെടുത്താനോ ഒന്നും പാടില്ല. പലര് 4 വയസ്സാകുമ്പോൾ 5 വയസ്സെത്തുമ്പോഴൊക്കെ കുട്ടികളെ കൊണ്ട് നോമ്പ് പിടിപ്പിക്കുന്നുണ്ട് റമദാനിൽ. കടുത്ത തെറ്റാണ്. ഈ കഠിനമായ ചൂടുള്ള സമയത്ത് കുട്ടികളെ പ്രയാസപ്പെടുത്താൻ ആര് പറഞ്ഞു നിന്നോട്? ഇതൊന്നും ദീനിൽപ്പെട്ടതല്ല. കുട്ടികളോട് നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും കൽപ്പിക്കുകയും അതിനുവേണ്ടി പറയുകയും ചെയ്തിട്ടുള്ളത് 7 വയസ്സെത്തുമ്പോഴാണ്. ഇത് നമ്മൾ എന്തേ ചെയ്യാം? കുട്ടികളെ കൊണ്ട് നോമ്പ് പിടിപ്പിച്ചിട്ട് വാട്സാപ്പിലിട്ടിട്ട് ക്രെഡിറ്റ് എടുക്കുകയാണ്. ക്രെഡിറ്റ് മൊത്തം ഉമ്മാക്ക്, നോമ്പ് പിള്ളേരെ കൊണ്ട്. പിള്ളേരാണ് ഇടങ്ങേറാകുന്നത്, ഹലാക്കാണ്, മയ്യത്താകുകയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, പത്തനംതിട്ടയിലെ പെരുമ്പിട്ട എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് 2 പ്രായം ചെന്നതാകുന്ന വൃദ്ധ ദമ്പതിമാർ മരണപ്പെട്ടുപോയി. ചൂട് മൂലമായിരുന്നു എന്നൊക്കെയാണ് പത്രവാർത്ത. അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. ഐദ്രൂസ് മുസ്ലിയാർ എന്ന പേരുള്ള ചെറിയതാകുന്ന വേസ്റ്റ് കുപ്പികൾ പോയി പറക്കിക്കൊണ്ടുവന്ന് ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നതാകുന്ന പാവപ്പെട്ടതാകുന്ന ഒരു സഹോദരൻ, വൃദ്ധ സഹോദരൻ, 90 വയസ്സിന് മുകളിലുള്ള ഒരു മനുഷ്യൻ, 85 വയസ്സുള്ളതാകുന്ന കണ്ണ് കാണാത്തതാകുന്ന അവരുടെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ, 2 പേരും കാണാനില്ല. 2 ആഴ്ചയായിട്ട് പുറത്തിറങ്ങുന്നില്ല. എല്ലാ ആഴ്ചയിലും കോട്ടയം ജില്ലയിലെ വായ്പൂര് പള്ളിയിൽ കൃത്യമായി വെള്ളിയാഴ്ച ദിവസം ജുമയ്ക്ക് വേണ്ടി 90 വയസ്സുള്ളതാകുന്ന ഹൈദ്രൂസ് മുസ്ലിയാർ എന്ന സഹോദരൻ നിസ്കരിക്കാൻ വന്നിരുന്നതാണ്. കാണുന്നില്ല. 2 ആഴ്ചയായിട്ട് പള്ളിയിൽ ജുമയ്ക്ക് കാണുന്നില്ല. ആളുകൾ അന്വേഷിച്ചു. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരോടക്കം വന്നുകൊണ്ട് നോക്കുമ്പോൾ കാണുന്നത് വീട്ടിനുള്ളിൽ 3-4 ദിവസമായിട്ട് അഴുകിയതാകുന്ന ജഡമാണ് കാണുന്നത്. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെയൊക്കെ കാക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. സഹോദരങ്ങൾ, എന്തൊരു ദുരവസ്ഥയാണ് ആലോചിച്ചു നോക്കുന്നത്.
പറയുന്നത് ചൂട് മൂലം ഭക്ഷണം കൊടുക്കാൻ ആരില്ല, നോക്കാൻ ആളില്ല. എന്തൊരവസ്ഥയാണ്. ഭർത്താവ് മരിച്ചു കിടക്കുന്നു, തൊട്ട് ചാരെ ഭാര്യയും മരിച്ചു കിടക്കുന്നു. 85 വയസ്സുള്ള കണ്ണിന് കാഴ്ച കുറവുള്ളതാകുന്ന ഭാര്യ. അള്ളാഹു ഇരുവരുടെയും ദറജ ഉയർത്തുമാറാവട്ടെ. ഞാനീ പറയുന്നത് ബോംബെ നഗരത്തിലെ അന്തേരിയിലുള്ളതാകുന്ന നഗരത്തിന്റെ വീതിയിൽ ചത്തൊടുങ്ങിയെന്ന അല്ലെങ്കിൽ അവിടെയുള്ളതാകുന്ന മരണപ്പെട്ടുപോയ ഒരു കുടുംബത്തിന്റെ കഥയല്ല. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ പെരുമ്പിട്ട എന്ന് പറയുന്ന ദേശത്ത് കഴിഞ്ഞ ദിവസം നടന്നത് പത്രവാർത്ത, ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടും കേട്ടതും അറിഞ്ഞതുമാകുന്ന വാർത്തയാണ്. അള്ളാഹുരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. സഹോദരങ്ങൾ, ഇത്രയേറെ ചൂടുള്ളതാകുന്ന ഈ ഘട്ടത്തിൽ പ്രായമുള്ളവരുടെ കാര്യമാണ് ഈ പറഞ്ഞത്. ചെറിയ കുട്ടികൾ, 5 വയസ്സുള്ള കുട്ടികളെയൊക്കെ നമ്മൾ എന്തിനാണ് ഈ നിർബന്ധിച്ച് നോമ്പ് നോൽപ്പിക്കുന്നത്? പാടില്ല. ശുദ്ധ ഇസ്ലാം എതിരാണത്. എന്നിട്ട് ക്രെഡിറ്റ് എടുക്കാണ് നമ്മൾ. കുട്ടികളെ രാവിലെ അത്താഴമൊക്കെ നിർബന്ധിച്ച് വിളിച്ചൊഴിപ്പിച്ച്, കുട്ടികൾ നല്ല ഉറക്കമുള്ള സമയമാണ് 3 മണി 4 മണി, വിളിച്ചെഴുന്നേപ്പിച്ച് അത്താഴം കൊടുത്ത് അവരെ ഇടങ്ങേറാക്കി പ്രയാസപ്പെടുത്തി 5 വയസ്സുള്ളതും 4 വയസ്സുള്ള കുട്ടികളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ച് AC റൂമിലിട്ട് കടത്തി, പിന്നെ കുറെ നേരം മൊബൈൽ കൈ കൊടുത്ത് എങ്ങനെയെങ്കിലും അസർ വരെ അല്ലെങ്കിൽ മഗ്‌രിബ് വരെയൊക്കെ എത്തിച്ച് പിന്നെയും കുട്ടികളെ കൊണ്ടെങ്കിലും കളിക്കാൻ വേണ്ടി അവർക്ക് ഇഷ്ടമുള്ള ഗെയിം കൊടുത്ത് കുട്ടികൾ വിശന്ന് വലഞ്ഞ് ദാഹിച്ച് പരവശരാകാൻ. അവസാനം ഒരു വിധത്തിൽ മഗ്‌രിബാകുമ്പോൾ കുട്ടി നോമ്പ് തുറക്കുന്നതിന്റെ ചിത്രം ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് വെക്കാൻ. എൻ്റെ മോള് 3 നോമ്പ്, ക്രെഡിറ്റ് ഉമ്മാക്ക്, ഇടങ്ങേറ് കുട്ടിക്ക്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇത് ദീനല്ല. അതേസമയത്ത് ഒരു കുട്ടി 5 വയസ്സുള്ള ഒരു കുട്ടിയാണ്, നമ്മളെ ഇടത്താഴ സമയത്തിന് എഴുന്നേക്കുന്നു. അപ്പോൾ ആ കുട്ടി എഴുന്നേറ്റു, എനിക്കും കഴിക്കണമെന്ന് പറയാണ്. അപ്പോൾ കഴിക്കാൻ കൊടുത്തു. ആ കുട്ടി ഞാനും നോമ്പാന്ന് പറയാം, നമ്മൾ നോമ്പിന് നിയത്ത് വെച്ച് കൊടുത്തു. ആ കുട്ടി നമ്മളോടൊപ്പം നോമ്പ് പിടിക്കാൻ ഉച്ചവരെ അങ്ങനെ പിടിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ വെള്ളം ചോദിച്ചു, കൊടുത്തു. ചിലത് ചോദിക്കൂല, ഞാനും പിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം അങ്ങനെ നിൽക്കും. ആയിക്കോട്ടെ, അങ്ങനെയുള്ളതിന് നമുക്ക് നോക്കാം. ഇതല്ല, നമ്മൾ തന്നെ നിർബന്ധിക്കുമ്പോൾ കുട്ടികൾക്ക് ഇതിനോടൊരു ഇക്റാഹ് ഉണ്ടാവുകയാണ്, അതിനോടൊരു വെറുപ്പുണ്ടാവുകയാണ്. അത് പാടില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ എന്നാണ്. ദീനിൽ അങ്ങനെ ആവശ്യമില്ലാത്ത ഒരു പരിവർത്തനവും പാടില്ല, ഒരു പ്രയാസപ്പെടുത്തലും പാടില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. മനുഷ്യ ശരീരത്തിന് കഴിവാകുന്നതല്ലാതെ അള്ളാഹു ഇന്നവരെ പരിശുദ്ധമായ ഇസ്ലാമിൽ ഒരു കാര്യവും കൽപ്പിച്ചിട്ടില്ല. മനസ്സിലാക്കണം. അതുകൊണ്ട് ചെയ്യാൻ പാടില്ല. 7 വയസ്സെത്തുമ്പോൾ നമ്മൾ പറയണം. 10 വയസ്സെത്തിയിട്ടും ചെയ്യുന്നില്ലെങ്കിലാണ് ചെറിയ ശിക്ഷാമുറകൾ തുടങ്ങേണ്ടത്. നോമ്പിലും അങ്ങനെ തന്നെ, ഫർളായ നോമ്പിലും അങ്ങനെ തന്നെ, നിസ്കാരത്തിലും അങ്ങനെ തന്നെയാണ്. ലാഇബുഹും സബഅ, 7 വയസ്സ് വരെ കുട്ടികളോട് കളിച്ചും രസിച്ചും പെരുമാറണം. അദ്ദിബുഹും സബഅ, 7 മുതൽ 14 വയസ്സ് വരെ കുട്ടികൾക്ക് മര്യാദ പഠിപ്പിക്കണം. കുട്ടികൾ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സഹാബി വരെ, ചെറിയ കുട്ടിയാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ നബി തങ്ങളുടെ അടുക്കലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നബി എന്നോട് പറഞ്ഞു, കുൽ ബിയമീനിക്, മോനെ വലത് കൈകൊണ്ട് കഴിക്കാൻ. ബിസ്മില്ല പറഞ്ഞ് കഴിക്കൻ, അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് കഴിക്കൻ. നിന്നോട് അടുത്ത ഭാഗത്ത് നിന്ന് കഴിച്ചു തുടങ്ങി. സയ്യിദുനാ റസൂലുള്ളാഹി. എത്ര നല്ല ഉപദേശം അല്ലേ? ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ഉപദേശം ബിസ്മില്ലല്ലേ കഴിക്കൻ, ഏറ്റവും അടുത്ത് നിന്ന് കഴിക്കൻ, നിന്റെ വലത് കൈ കൊണ്ട് കഴിക്കൻ. സയ്യിദുനാ റസൂലുള്ളാഹി. വലത് കൈ കൊണ്ട് തന്നെ എപ്പോഴും കഴിക്കാൻ ശീലിക്കണം. ഭക്ഷണം കഴിക്കുന്ന സമയത്തും കുടിക്കുന്ന സമയത്തും. നമ്മൾ കല്യാണത്തിനും മറ്റുമൊക്കെ എവിടെ പോയാലും ഡിസ്പോസിബിളിന്റെ ഗ്ലാസ് കിട്ടിയാൽ അത് കളയാനുള്ളതാണ്. എല്ലാവരും ഇടത് കൈ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കുക. അതല്ല, വലത് കൈ കൊണ്ട് തന്നെ പിടിക്കുക. എന്തായാലും അത് കളയാനുണ്ട്. ഇനി നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിലും വിരല് നല്ലതുപോലെ ഉറിഞ്ചിയിട്ടാണ് നമ്മൾ എടുക്കുക. വിരൽ നല്ലതുപോലെ ഉറിഞ്ചണം, അത് ദഹനത്തിന് ഗുണകരമാകുന്നു ഇന്നിപ്പോ ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുകയാണ്. നമ്മുടെ ഉമ്മനീരിനോട് വിരല് പരിപൂർണമായി കലർന്ന് 5 വിരല് നല്ലതുപോലെ ഉറിഞ്ചിയിട്ട് വേണം നമ്മൾ ഭക്ഷണ തലികയിൽ നിന്ന് എഴുന്നേൽക്കാൻ. പ്ലേറ്റ് വടിച്ച് അതിനുശേഷം പരിപൂർണമായി 5 വിരൽ ഉറിഞ്ചി, പിന്നെ കയ്യിൽ അവശിഷ്ടമൊന്നും ഇല്ല, അതുകൊണ്ട് ഗ്ലാസ്സിൽ പിടിക്കുക. ബിസ്മില്ലി ഗ്ലാസ്സിൽ പിടിക്കുക, എന്നിട്ട് ബിസ്മില്ലി കുടിക്കാൻ. അതേ കൈ കൊണ്ട് തന്നെ. അതിന് നമ്മൾ ഇടത്തെ കൈ കൊണ്ട് എടുത്തിട്ട് പിന്നെ താങ്ങി വെക്കുന്ന പരിപാടി അതിന്റെ ആവശ്യമില്ല. കാരണം ഈ ഗ്ലാസ് കഴുകട്ടെ. പ്ലേറ്റ് എന്തായാലും കഴുകണമല്ലോ, കഴുകൂലേ? പ്ലേറ്റ് എന്തായാലും കഴുകണം. അതിനോട്ട് ഗ്ലാസും കഴുകട്ടെ, സോപ്പിട്ടിട്ട്. അതിനുവേണ്ടി നീ ഒരു പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന സുന്നത്തിനെ നീ കളയേണ്ടതില്ല. നല്ലൊരു സുന്നത്താണ്. അത് നമ്മൾ മക്കളെ പഠിപ്പിക്കണം. ചെറുപ്പം മുതലേ നമ്മുടെ ശീലാണ് മക്കൾക്ക്. മൻശരിബൽ മാഅ ഖായിമാ ഇബ്തലാഹുല്ലാഹു ബിബലാഇൻ ലാ ദവാ അലാ.
നിന്ന് വെള്ളം കുടിച്ചാൽ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല മരുന്നില്ലാത്തതാകുന്ന രോഗം നൽകി പരീക്ഷിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇന്നിപ്പോ അങ്ങനത്തെ രോഗങ്ങളല്ലേ കേൾക്കുന്നത് മുഴുവനും. 18 കോടി രൂപയാണ് ഇഞ്ചക്ഷൻ, അങ്ങനത്തേതാകുന്ന ഇഞ്ചക്ഷൻ വരെ ഇറങ്ങിയിരിക്കുന്നത്. 18 കോടി സാരാണ് ഈ പറഞ്ഞത്. കോടിക്കണക്ക് രൂപയുടെ മരുന്നുകളാണ് ശരീരത്തിലേക്ക് കുത്തിവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് മാറ്റമുണ്ടോ? ഇല്ല. ആള് പോവാൻ കാഞ്ഞു പോവാൻ. നമ്മൾ പിരിക്കുന്നു, പൈസ പോകുന്നു, ആള് ജീവനോടെ ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു നിലയിൽ തന്നെ അതിനപ്പുറത്തേക്ക് ഒരു മാറ്റമൊന്നും വരാനില്ല. ഒരു മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇഞ്ചക്ഷന് വില 18 കോടിയാണ്. ആലോചിക്കണം നിങ്ങൾ. നിന്നുകൊണ്ട് വെള്ളം കുടിക്കുകയും ആഹരിക്കുകയും ചെയ്യുന്നവൻ ഇന്ന് പാശ്ചാത്യരുടേതാകുന്ന സംസ്കാരങ്ങൾ വീട്ടുമുറ്റത്തേക്ക് എത്തിയില്ലേ? കല്യാണ പന്തലുകൾ വന്നില്ലേ? ബഫേ സംസ്കാരം ഇന്ന് ഇറങ്ങേറുന്നില്ലേ? മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങളും അപ്പോസ്തലന്മാരുമല്ലേ അതിനൊക്കെ വലിയതാകുന്ന സ്ഥാനം പിടിക്കുന്നത്. വലിയ വലിയ പണത്തിന്റെ പളവളപ്പുള്ളതാകുന്ന മുസൽമാന്മാർ അത്തരത്തിലുള്ളതാകുന്ന അപജയങ്ങൾക്ക് കൊടിപിടിക്കുന്നവരായി മാറിയില്ലേ? അതിന്റെ പേരിൽ ബഫേ സംസ്കാരം കടന്നു വന്നുകൊണ്ട് അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് കഴിക്കുന്ന മുസൽമാന്മാർ മാരകമാകുന്ന രോഗത്തിന് ഹേതുവാകും. അവർക്ക് മരുന്നില്ലാത്ത രോഗം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മളതൊക്കെ നിസ്സാരമാണ്. പള്ളിയിൽ പോലും ചില സ്ഥലങ്ങളിൽ ചൂടുവെള്ളവും പച്ചവെള്ളവും ഒക്കെ വെച്ച് റാഹത്തായിട്ട് കൊണ്ടു വെച്ചിരിക്കുകയാണ്. പക്ഷെ അതിനടുത്തൊരു സ്റ്റൂള് പോലും ഇല്ല. അരുന്നാൽ നിന്നങ്ങ് മോന്തിക്കോട്ടെ. എന്തിനാണ് ഇങ്ങനെയൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്? നമ്മളെല്ലാം ഇപ്പൊ എന്താണ് ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഉള്ളതല്ല. ഒരാൾ പാൻറ് ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ അവന് നിന്ന് മൂത്രമൊഴിക്കാനുള്ള ക്ലോസേറ്റ് പള്ളി പണിത് കൊടുക്കുകയാണ്. ആണോ അല്ലയോ? പണ്ടങ്ങനെ ഉണ്ടോ? അപ്പൊ നമ്മളങ്ങനെയാണ്. എല്ലാ മസാല അങ്ങോട്ട് പറ്റി. എന്നാലും അവന്റെ മൂത്രം കറക്റ്റായിട്ട് പോവോ? പരിപൂർണമായിട്ട് കഴിയോ? ഇല്ല. ആ മൂത്രം ഒഴിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേ അതിരുന്നൊരു ഇറ്റിറ്റ് ഇങ്ങോട്ട് വീഴും. അത് ആ പാൻറ്റിലോട്ട് വീഴും. അതുമായിട്ടാണ് ഇവൻ പള്ളിയിലോട്ട് വരുന്നത്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. എല്ലാം അങ്ങനെ ചെയ്തു കൊടുക്കാൻ. എത്ര നിന്ന് മൂത്രം ഒഴിച്ചെന്ന് പറഞ്ഞാലും ആ മൂത്രം ഒഴിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു തുള്ളി പുറത്തേക്ക് വരും. ഉറപ്പാണത്. ഒരു പ്രായത്തിൽ കഴിയുമ്പോൾ ഉണ്ടാവും. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. വലിയ വിഷയമാണത്. എല്ലായിടത്തും അതിനുള്ള സൗകര്യം. അത് മാത്രമോ, കാല് കഴുകാൻ വേണ്ടി മുമ്പ് കാല് തേച്ചുരച്ച് കഴുകണമെന്നാണ്. ഇടത് കൈയുടെ വിരല് കൊണ്ട് കാല് തേച്ചുരച്ച് കഴുകണം. സാധനം ഇവിടെ തുറക്കുമ്പോൾ കീഴെ കൂടെ വെള്ളം വരുന്ന സാധനം ഫിറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ അങ്ങനെ തേച്ചുരയ്ക്കണം. കുനിയുണ്ട്. എടാ, നീ അവിടെ ഇരുന്നിട്ട് കാല് തേച്ചുരയ്ക്കുമ്പോ നിന്റെ വീക്കം, കുടൽ വീക്കം ഉണ്ടാവൂല. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ട്, ആരോഗ്യശാസ്ത്രം വിശദീകരിച്ച് പറയാൻ. നമ്മൾ ഒതു കൊടുക്കുന്ന സമയത്ത് ഇരുന്നിട്ട് ഒതു കൊടുക്കുമ്പോ കാലിങ്ങനെ തേച്ചുരയ്ക്കുന്ന സമയത്ത് നമ്മുടെ കുടലിന് വീക്കം ഉണ്ടാവൂല ആ കുനിയലിലൂടെ. അതുകൊണ്ടാണ് ഷൂവും ചെരുപ്പും തമ്മിലൊക്കെ വ്യത്യാസം. അതൊക്കെ ഇരുന്നിട്ടിടണമെന്ന് പറയും. ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വലത് കാലം ആദ്യം ഇടുന്നു, പിന്നെ ഇടത് കാലം ഇടുന്നു. ഷൂവിന്റെ ബാക്ക് ഭാഗമൊക്കെ കറക്റ്റ് ഇരുന്നിട്ട് ഇടേണ്ടത്. അല്ല എഴുന്നേറ്റ് തട്ടി ഹനുമാൻ കളിക്കാനല്ല. ശരിക്കും മനസ്സിലാക്കണം. ഇതിനൊക്കെ മസാല ഓരോരോ വിഷയങ്ങളുണ്ട്. പാൻറ് ഇടുമ്പോ പാൻറ് ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ ഇരിക്കണം. ഇരുന്നിട്ട് പിന്നെയാണ് എഴുന്നേറ്റിട്ട് ബാക്കി ഇടേണ്ടത്. ആദ്യം ഇരുന്നിട്ട് വേണം പാൻറ് ഇടാൻ. ഇതൊക്കെ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്. എന്ത് ഇടുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും വലത് കൈ കൊണ്ടാവണം. മക്കളെ പഠിപ്പിച്ചു കൊടുക്ക്. 14 വയസ്സ് വരെ കുട്ടികൾക്ക് ഈ അദബുകളൊക്കെ ശീലിപ്പിക്കുക. 7 വയസ്സ് മുതൽ 14 വരെ കുട്ടികൾക്ക് അദബ് പഠിപ്പിക്കേണ്ട പ്രായം. 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെ സാഹിബുഹും സബഅ, അവരോടൊരു സൗഹൃദ വലയം നമ്മൾ സ്ഥാപിക്കണം. കുട്ടികളോട് എപ്പോഴും സുഹൃത്ത് എന്ന നിലയ്ക്ക് പെരുമാറിക്കൊണ്ടിരിക്കണം. അപ്പൊ കുട്ടികൾ നമ്മളോട് പല കാര്യവും പറയും. കോളേജിൽ നടക്കുന്നത്, സ്കൂളിൽ നടന്നത്, എപ്പോഴും അവരോടൊരു സൗഹൃദ ബന്ധമായിരിക്കണം. എന്ന് പറഞ്ഞാൽ എടാപോടാ തോടത്ത് കൈയിട്ടിട്ട് അപ്പൊ വെള്ളമടിക്കാൻ വേണ്ടി ചെസ് വിളിക്കാൻ വേണ്ടി ഒരു കൂട്ടുകാരൻ, അങ്ങനെയല്ല. ആ സൗഹൃദമല്ല. വാപ്പയുടെ സ്ഥാനത്ത്, ഉമ്മയുടെ സ്ഥാനത്ത്. പക്ഷെ അതിനോടൊപ്പം തന്നെ കുട്ടികളോട് ഇടപഴകുക, എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുക, അവരോടൊക്കെ എല്ലാ കാര്യങ്ങളും സംവദിക്കുക. അങ്ങനെ ഒരു ശീലം ഉണ്ടാകണം. ഞാൻ വാപ്പ എന്ന് പറഞ്ഞ് എപ്പോഴും കടിച്ചാൽ പൊട്ടുന്ന ശൈലിയിലല്ല. കുട്ടികളോട് എപ്പോഴും നല്ലൊരു സൗഹൃദ പെരുമാറ്റം. അപ്പൊ കുട്ടികളുടെ മനസ്സിൽ എപ്പോഴും നമ്മളോടൊരു റിഫ്ഖത്തുണ്ടാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളെ ചേർക്കണേ അല്ലാ, ആബിദീങ്ങളെ ചേർക്കണേ അല്ലാ. മക്കളോടുള്ള അമാനത്ത് നിർവഹിക്കുന്നവരാകണം.
ودواء قلب خمسة فتلاوة بتدبر المعنى وللبطن الخلاء وقيام ليل والتضرع بالسحر ومجالسات الصالحين الفضلاء. ഹൃദയത്തിന്റെ രോഗം മാറാൻ 5 കാര്യങ്ങൾ ബഹുമാനപ്പെട്ടതാകുന്ന സയ്യിദുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു അദ്കിയായിലൂടെ ലോകരെ പഠിപ്പിക്കുകയാണ്. ഹൃദയത്തിന്റെ രോഗങ്ങൾ മാറാൻ 5 മരുന്നുകളുണ്ട് കേട്ടോ. ഒന്നാമത്തേത് ഫതിലാവത്തുൻ, പരിശുദ്ധമായ ഖുർആൻ പാരായണമാണ്. പുണ്യമാക്കപ്പെട്ട റമദാൻ കഴിഞ്ഞുപോയി, ശവ്വാൽ മാസം കഴിഞ്ഞുപോയി, ദുൽഖഅദിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കൈപുസ്തകമായിട്ടുണ്ടോ? നമുക്കുള്ള കാറ്റലോഗായിട്ടുണ്ടോ? ഖുർആൻ എത്ര പേരാണ് ഖത്മ തീർത്തിട്ടുള്ളത്? റമദാനിൽ പോലും ഖത്മ തീർക്കാത്ത സഹോദരങ്ങൾ ഈ സദസ്സിലില്ലേ? ചെറുപ്പക്കാരില്ലേ? സഹോദരിമാരില്ലേ? ഖുർആനുമായിട്ട് എന്ത് ബന്ധമാണ് നമ്മൾ വെച്ചിട്ടുള്ളത്? നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു റമദാൻ അല്ലാത്തതാകുന്ന ദിവസങ്ങളിൽ പോലും, അഥവാ നമ്മൾ ഈ കൊണ്ടാടുന്ന ദിവസങ്ങളിൽ പോലും എല്ലാ ദിവസവും ഒരു ഖത്മ പാരായണം ചെയ്തിരുന്ന വ്യക്തിയാ. ഒരു പേജല്ല, ഒരു ഖത്മ പരിപൂർണമായി ഡെയിലി ഓതിയിരുന്ന വ്യക്തിയാണ് മഹാനായ ഇമാമുന മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ദറജ ഉയർത്തണേ അല്ലാഹ്, അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെ എന്തേ നമുക്കാകാൻ പറ്റാത്തത്? നമ്മുടെ മക്കൾക്ക് എന്തേ സാധിക്കാത്തത്? മദ്രസകൾ തുറക്കപ്പെട്ടില്ലേ? ദറസുകൾ തുറക്കപ്പെട്ടില്ലേ? എന്തുകൊണ്ടാണ് നമ്മുടെ മക്കളെ പറഞ്ഞു വിടാത്തത്? നമുക്ക് മക്കള് 4 പേരുണ്ട്, അല്ല 5 പേരുണ്ട്, അല്ല 3 പേരുണ്ട്, അല്ല 2 പേരുണ്ട്, അല്ല ഒരാളുണ്ട്. ഒരാളെയെങ്കിലും പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ വഴിത്താരയിലേക്ക്, ഹാഫിളാക്കാൻ, ആലിമാക്കാൻ, ദീനിന്റെ മാർഗത്തിലേക്ക് പറഞ്ഞു വിടാമായിരുന്നു. എന്തേ മക്കളെ പറഞ്ഞു വിടാതിരുന്നത്? ഈ ദീനിനോടുള്ള കടമകൾ നീ പൂർത്തീകരിച്ചവനാണോ? അല്ലാഹ് ചോദിക്കുകയാണ് ഖുർആനിലൂടെ, ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീൻ വലിയുൻദിറൂ ഖൗമഹും ഇദാ റജഊ ഇലൈഹിം ലഅല്ലഹും യഹ്ദറൂൻ. എന്തേ പുറക്കാടുള്ളതാകുന്ന പഴയങ്ങാടിയിലുള്ള രക്ഷിതാക്കളെ, എന്തേ നിങ്ങളെ ശ്രദ്ധിക്കാതെ പോയത്? നിങ്ങളുടെ നാട്ടിൽ നിന്ന് പരിശുദ്ധമായ ദീൻ പഠിക്കാൻ വേണ്ടി എന്തുകൊണ്ടാണ് മക്കളെ പറഞ്ഞു വിടാതിരുന്നത്? ആലിമാക്കാൻ, ഹാഫിളാക്കാൻ, മുതഅല്ലിമാക്കാൻ, ഉഖറവിയായ അലിമീങ്ങളിലേക്ക് ചേർക്കാൻ നിങ്ങളുടെ മക്കളിൽ ഒരാളെയെങ്കിലും പറഞ്ഞു വിടാതിരുന്നത് എന്താണ്? അങ്ങനെ പറഞ്ഞു വിട്ട് കർമ്മശാസ്ത്രം പഠിച്ച് ദീനീ ബോധമുള്ളവരായി, മതബോധമുള്ളവരായി, മതനിഷ്ഠയുള്ളവരായി, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരായി നാട്ടിലേക്ക് തിരിച്ചു വന്ന് നാട്ടിലുള്ളതാകുന്ന ജനങ്ങൾക്ക് ദീനീ ദഅവത്ത് നടത്തുന്നവരായവർ മാറട്ടെ. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന സ്വാലിഹീങ്ങളാകുന്ന ഒരു തലമുറ ഇവിടെ വേണമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ ദീനിനോടുള്ള കടമകൾ നമ്മൾ പൂർത്തീകരിച്ചോ? ദീനിനോടുള്ളതാകുന്ന കടമകൾ നമ്മൾ പൂർത്തീകരിച്ചോ? അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി മക്കളെ തയ്യാറാക്കിയോ? ഹാഫിളീങ്ങളായ മക്കൾ എത്ര പേരാണ് മഹല്ലത്തിലുള്ളത്? പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്നതായ മക്കൾ, അത് പഠിപ്പിക്കാൻ പ്രാപ്തരാകുന്ന മക്കൾ എത്ര പേരാണ് നമ്മുടെ മഹല്ലത്തിലുള്ളത്? ദീനിനോടുള്ള കടമകളും കർത്തവ്യങ്ങളും പൂർത്തീകരിക്കാതെ അമാനത്ത് വീട്ടിയവരെന്ന് പറയാൻ നിനക്കെന്താണ് അവകാശമുള്ളത്? അല്ലാഹു നിന്റെ കൈവെള്ളയിലേക്ക് വെച്ച് നൽകിയ മക്കള് അതൊരു അമാനത്താണ്, അതൊരു സൂക്ഷിപ്പ് സ്വത്താണ്. ആ സൂക്ഷിപ്പ് സ്വത്തിനെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കാത്ത പ്രിയപ്പെട്ട മുസ്ലിമേ, കള്ളിലും കഞ്ചാവിലുമായ മക്കളെ പറഞ്ഞു വിട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ ഈമാന ലിമൻ ലാ അമാനത ലാ വലാ ദീന ലിമൻ ലാ അഹ്ദ ലാ. പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ദീനിന്റെ അമാനത്ത് പൂർത്തീകരിക്കാത്തവൻ, ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങളെ കൃത്യമായി നിർവഹിക്കാത്തവൻ, അവൻ ഈമാനില്ലാത്തവനാണ്. സഹാബാ നബിയുനാ റസൂലുള്ളാഹി. മക്കളോടുള്ള കടമകൾ പൂർത്തീകരിക്കാത്ത രക്ഷിതാക്കളെ, എന്തുകൊണ്ടാണ് മക്കളെ കള്ളുകുടിക്കുന്നത്? എന്തുകൊണ്ടാണ് വ്യഭിചരിക്കുന്നത്? എന്തുകൊണ്ടാണ്
സിനിമയുടെ ലോകത്തേക്ക് മക്കൾ കണ്ണു നട്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് സീരിയൽ നടിയാകണമെന്ന് മക്കൾ പറയുന്നത്? എന്തുകൊണ്ടാണ് മക്കൾ മോശപ്പെട്ട ബ്ലൂ ഫിലിം കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങൾ WWE അടിച്ചുകൊണ്ട് അശ്ലീലത ലോകത്തേക്ക് കണ്ണു നട്ടിരിക്കുന്നത്? പ്രിയപ്പെട്ട രക്ഷിതാവേ, വാപ്പയും ഉമ്മയുമാണ് ഏറ്റവും വലിയ കുറ്റക്കാരി എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. നബി തങ്ങൾ പറയുന്നു, കുല്ലു മൗലൂദിൻ യുലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. ലോകത്തെ ഏത് കുട്ടിയും പ്രസവിക്കപ്പെടുന്നത്, നവജാത ശിശുവായി കടന്നു വരുന്നത് ഏറ്റവും നല്ല ഫിത്രത്തിന്മേലാണ്, നല്ല ചര്യയുടെ മേലാണ്, നല്ല പതിവ്രതയായിട്ടാണ് കടന്നു വരുന്നത്. എന്നാൽ ഫഅബവാഹു യുഹവിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. ആ കുട്ടി യഹൂദിയാകാൻ കാരണം, ആ കുട്ടി ക്രിസ്ത്യാനിയാകാൻ കാരണം, ആ കുട്ടി ജൂതനാകാൻ കാരണം ആ കുട്ടിയിലേക്ക് മാതാപിതാക്കൾ നടത്തിയ പരിവർത്തനമാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അപ്പായി ഉമ്മായിയാണ് കുറ്റക്കാർ. ആര് പറഞ്ഞു? ഹബീബ് മുഹമ്മദ് മുസ്തഫ. കാരണം നമ്മളാണ് അവർക്ക് റോൾ മോഡൽ. ചെറിയ കുട്ടി ഉമ്മയുടെ മടിത്തട്ടിലേക്ക് ജനിച്ചു വീഴുന്ന കുട്ടി പാപസുരക്ഷിതത്തിന് ഒന്നും അറിയില്ല, ദുനിയാവിലൊന്നും അറിയില്ല. അവനെല്ലാം പഠിപ്പിച്ചത് ഈ സിനിമ, ഈ സീരിയലും ഈ സിനിമാ നടന്മാരെ കുറിച്ച് അതും ഇതും ഒക്കെ പറഞ്ഞു കൊടുത്തത് നീയാ. ചെറിയ കുട്ടിയുടെ കയ്യിലേക്ക് മൊബൈൽ കൊടുക്കാൻ, എന്നിട്ട് ഇങ്ങനെ വാറ്റുപുല്ലും പച്ചപ്പുല്ലും ഒക്കെ ചുണ്ടലോട്ട് വെച്ച് തേച്ചു കൊടുക്കാം. മൊബൈൽ ഇങ്ങനെ നെറ്റിയിലൊട്ടിച്ചിട്ട് 24 മണിക്കൂർ ആണോ അല്ലയോ? അപ്പൊ കുട്ടി കുറച്ചു ദിവസം കഴിയുമ്പോൾ ഇത് കിട്ടാതാകുമ്പോൾ വാശി പിടിക്കാൻ. അപ്പൊ ഉമ്മ പിന്നെ അത് കൊടുത്തേ പറ്റുള്ളൂ. ഭക്ഷണം കഴിക്കണമെങ്കിൽ ഹൈവാൻ ഇത് വേണം, ഞാൻ പിടിച്ചോ. ആരാക്ക് കുഴിമന്തി കഴിക്കണമെങ്കിൽ കുഴിയിലോട്ട് പോയാലും കുഴപ്പമില്ല. പിന്നെ അവന് നിർബന്ധമാണ്. പിന്നെ അത് വലുതായി ടാബായി, പിന്നെ അത് ലാപ്ടോപ്പായി, പിന്നെ അവൻ ഒറ്റയ്ക്ക് റൂമിലായി. ഇപ്പൊ ഉമ്മ ഭക്ഷണം കഴിക്കാൻ വേണ്ടി റൂമിലേക്ക് ഒന്ന് വിളിക്കാൻ പറ്റുമോ? വിളിച്ചാൽ അവന്റെ തനി സ്വഭാവം അറിയും. എന്നെ വിളിക്കുന്നത് ആരെയും പറയുന്നത് 8ഉം 9ഉം വയസ്സൊക്കെ ഉള്ള, അല്ലെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളാണ് ഉമ്മാടെ നേരെ ചാടി കയറുന്നത്. ഉമ്മ കഴിക്കാൻ വിളിച്ചോളൂ, അതും കുഴിമന്തി കഴിക്കാൻ വിളിച്ചു. ഒക്കെ ഏറ്റവും ഇഷ്ടമാണ് പെരി അൽഫാം വേണോ എന്ന് പറഞ്ഞാൽ അതാ ഉമ്മ ഉണ്ടാക്കി കാര്യമായിട്ട്. അവസാനം ഇവിടെ അതിനേക്കാൾ വലിയ ഒച്ചപ്പാടും വേണം. കാരണം എന്താ, ഇവിടെ വേറെ സാധനം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ഉമ്മ ഡിസ്റ്റർബ്, രംഗണ്ണനെ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഡിസ്റ്റർബ് ചെയ്യരുത്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. നല്ല തലമുറ എങ്ങനെ നമ്മുടെ മക്കൾ നന്നാവും? അതുകൊണ്ട് രക്ഷിതാക്കൾ മനസ്സിലാക്കി മക്കളോടുള്ള കടമകൾ പൂർത്തീകരിക്കാൻ അമാനത്താണിത്. ഒരു അമാനത്താണ് അള്ളാഹു നമ്മുടെ കൈകളിലേക്ക് വെച്ച് നൽകിയ കൺകുളിർമയാകുന്ന മക്കൾ. ഈ കൺകുളിർമയാകുന്ന മക്കളെ കൺകുളിർമയാകുന്ന സ്വർഗത്തിലേക്ക് എത്തിക്കാനാണ് നീ പരിശ്രമിക്കേണ്ടത്. അതിന് പറ്റില്ലേ, പരിപാടി നിർത്തിക്കോ. മക്കള് പറയുന്നുണ്ട് ഒക്കെ പഴച്ചു പോയി, എന്നിട്ട് നമ്മളോട് പറയാം കോഴിമുട്ട മന്തിരിച്ചേരും. ആ കോഴിമുട്ട ഓംലേറ്റ് അടിച്ചു കൂടാ, അവൻ നന്നാവട്ടെ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. എടാ, മക്കളെ കൊണ്ടുപോയി പിഴപ്പിച്ചിട്ട് പിന്നെ എങ്ങനെ ശരിയാക്കാനാണ്? എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ എങ്ങനെ റെഡിയാവൂ? പാപ്പായും ഉമ്മായും ശരിക്ക് ശ്രദ്ധിക്കണം. മദ്രസയിൽ പോകുന്നുണ്ടോ? മദ്രസ വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല, മദ്രസയിൽ തന്നെ വിടുന്നില്ല. ആഴ്ചയിൽ ഒരു ദിവസം ആരെങ്കിലും വിളിച്ചിട്ട് ട്യൂഷൻ വെച്ചതുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട മദ്രസ വിദ്യാഭ്യാസം പൂർണ്ണമാകുമോ? മദ്രസയെ നീ കളിയാക്കിയില്ലേ, നിസ്സാരാക്കിയില്ലേ? 5ാം ക്ലാസ്സിലെത്തുമ്പോൾ നിന്റെ മകൾക്ക് പ്രായപൂർത്തിയെത്തി, മകന്റെ മദ്രസ നിർത്തി. എന്നാൽ സ്കൂൾ തലത്തിൽ MA-ക്കും PG-ക്കും മറ്റതിനു മുകളിലും B.Ed-നും മറ്റ് ഏത് തലത്തിനുമൊക്കെ മക്കളെ പഠിപ്പിക്കാൻ അതിനൊന്നും പ്രായപൂർത്തിയെ നോക്കുന്നില്ല. എവിടെ വേണമെങ്കിലും വിടും, ഏതൊക്കെ ഒറ്റയ്ക്കൊക്കെ എവിടെ വേണമെങ്കിലും ബസ്സിലും ട്രെയിനിലും ഒക്കെ വിടും. മദ്രസയുടെ വിഷയം വന്നപ്പോ ഒക്കെ നമ്മൾ താറടിച്ചു. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നമുക്കിതിനോടൊന്നും ഒരു മഹബത്തില്ലെങ്കിൽ തീർന്നു. എല്ലാവരും പറയുന്നത് എന്താ, ഉസ്താദേ വലിയ ശമ്പളമൊന്നുമില്ല ഉസ്താദേ ഈ ഫീൽഡിൽ, അതുകൊണ്ടാണ് ഞാൻ മകനെ ഒരുത്തനെ ആലിമാക്കാത്തത്. ആരെയും പറയുന്നത് നല്ല ഭയങ്കര തസ്ബീഹ് അങ്ങ് പിടിച്ചോണ്ട് കഴുത്തേ തസ്ബീഹ് ഇട്ടുകൊണ്ട് കിടക്കാൻ. പള്ളിക്കകത്ത് കയറി കഴിഞ്ഞാൽ മിമ്പറിന്റെ കാലിൽ കിടക്കുന്ന തസ്ബീഹ് ആദ്യാറ കഴുത്തേലാണ് 24 കൊടുക്കുക. അങ്ങനത്തെ ആചാരാണ് ഈ പറയുന്നത്. ഈ കൗമിനൊന്നും വലിയ ശമ്പളമൊന്നും ഇല്ല. എന്നാ ഒരു ഹദീസ് കേട്ടോ, കേട്ടോ, നിർത്താൻ പോവാട്ടെ. എല്ലാവരും ക്ഷീണിച്ചതേ, മുമ്പരൊക്കെ കടന്ന് പാവിരിച്ച് ഉറങ്ങി. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. നിർത്താൻ ഇനി അധികം പോകാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ ഈ വലിയ ക്ലാസ്സുകൾ പോലും +2-ന് 1 മണിക്കൂറാണ് ക്ലാസ് അല്ലേ? ചില ക്ലാസ് 3/4 മണിക്കൂറാണ്. കാരണം എന്താ, അത് കഴിയുമ്പോൾ പീരീഡ് മാറണം. കാരണം പിള്ളേരുടെ ശ്രദ്ധ പോയി. നമ്മൾ ചില പീരീഡ് കാണില്ലേ, കണക്കിന്റെ മാത്സിന്റെ ടീച്ചർ വന്നിട്ട് ആ ടീച്ചർ 1 മണിക്കൂർ എടുത്തിട്ട് ഇറങ്ങാൻ വേണ്ടി നമ്മൾ
യാസീൻ ഓതി ദ്വാരുന്ന അവരെ ഇറക്കി വിടും. അവസാനമുണ്ട് അടുത്ത പീരീഡ് പിന്നെ അവർ തന്നെ വരുന്നു. ഈ പീരീഡ് പഠിപ്പിക്കേണ്ട ഇംഗ്ലീഷ് ടീച്ചർ ഇന്നില്ല, അതുകൊണ്ട് ഞാൻ തന്നെ വരിക. അപ്പം നമ്മൾ ഹത്ത് ഓതും, പഠിച്ചവൻ ഇത് പോയാൽ മതിയായിരുന്നു. ആണോ അല്ലേ? ആ കറക്റ്റ് സമയത്ത് നിർത്താൻ പോകുന്ന പറയുമ്പോൾ മുമ്പ് പേടിച്ച് എന്നാൽ കൊണ്ടുപോയിക്കോളും. ബിസ്മില്ലാ. ഇവിടുത്തെ എല്ലാവരും ഒരു സദക്ക എല്ലാവരും നല്ല രീതിയിൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ലൊരു സദക്ക കൊടുക്ക്, അള്ളാഹു കബൂലാക്കട്ടെ. വേഗം കൊടുത്തു. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നിർത്താൻ പോകണം. അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. ഞാൻ ആ പാടിയ ബൈത്തിന്റെ അർത്ഥം തന്നെ പറഞ്ഞിട്ട് അങ്ങ് നിർത്തുകയാണ്, ദീർഘിപ്പിക്കുന്നില്ല. ശരിക്കും ശ്രദ്ധിക്കണേ. 5 കാര്യങ്ങൾ കൊണ്ട് ഹൃദയം നന്നാവും. വേറൊന്നിലേക്ക് ഇപ്പൊ തിരിയുന്നില്ല, സമയബന്ധിതമായതുകൊണ്ട്. ഒന്ന്, ഖുർആൻ നല്ലതുപോലെ ഓതണം. ഖുർആൻ നല്ലതുപോലെ പാരായണം ചെയ്യണം. നമ്മുടെ മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. ഖുർആൻ ഇങ്ങനെ ഓതുകയും വേണം. യാസീൻ ഇന്നത്തെ ദിവസം ഓതിയോ വീട്ടിൽ? മക്കൾ 3 പേരുണ്ടല്ലോ, ഒരു യാസീൻ ഓതുന്നത് കേട്ടോ. സൂറത്തുൽ വാഖിയ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉണ്ടാകും, പ്രവാചകൻ പഠിപ്പിച്ചതാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പെൺമക്കൾ അധികമാണ്. നബി തങ്ങൾ പറഞ്ഞു, നീ ഈ സൂറത്ത് പഠിക്കൻ. നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു സൂറത്തുൽ വാഖിയ. എന്നിട്ട് പറഞ്ഞു, അല്ലിമീഹിന്ന സൂറത്തുൽ വാഖിയ, നീ ഈ സൂറത്ത് നിന്റെ പ്രിയപ്പെട്ടതാകുന്ന മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. അദ്ദേഹം തന്റെ പെൺമക്കൾക്ക് എല്ലാവർക്കും ഈ സൂറത്ത് പഠിപ്പിച്ചു കൊടുത്തു. പെൺമക്കൾ അധികമുള്ള സാകുന്ന സ്വഹാബിയ, ഒരു വിലക്ക് ഒരു പ്രയാസപ്പെടേണ്ട, നബി തങ്ങൾ പറഞ്ഞു. അദ്ദേഹം പെൺമക്കളെ പഠിപ്പിച്ചു കൊടുത്തു. ചരിത്രമാണ്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഒക്കെ കാലഘട്ടത്തിൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് വഫാത്താകുന്നത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഓരോ കാലഘട്ടത്തിലും അതത് കാലഘട്ടത്തിലാകുന്ന ഖലീഫമാർ സ്വർണത്തിന്റെ കിഴി കൊടുത്തുവിടും. സ്വർണത്തിന്റെ കിഴി, സ്വർണ്ണ നാണയാണ്. എന്തിന്? ഇത് പൊതുക ജനാബിൽ നിന്നുള്ളതാണ്, നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്ക് പെൺമക്കൾ അധികമാണല്ലോ, നിങ്ങൾക്കത് ഹക്കായതാണ് എന്ന് പറഞ്ഞു കൊടുത്തുവിടും. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ട നിങ്ങളുടെ സ്വർണ്ണ നാണയൊന്നും. കാരണം എന്താ? അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ വാഖിയ, എന്റെ പ്രവാചകർ സൂറത്തുൽ വാഖിയ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാനത് ഓതുന്നുണ്ട്, പെൺമക്കളെ ഓദിക്കുന്നുമുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് ഈ വാക്യം പറയാൻ പറ്റുമോ സഹോദരങ്ങളെ? എടാ, ഇഖ്ലാസ് വേണം. നമ്മൾ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ വാഖിയ തരം താഴ്ന്നതാകുന്ന സൂറത്തായിട്ട് എഴുതി തള്ളി ഓതുന്നില്ല ഈ തലമുറ. അതുകൊണ്ട് എന്ത് പറ്റി? ഇന്നും കരകയറിയിട്ടില്ല. ദാരിദ്ര്യത്തിൻ്റെതാകുന്ന പടുകുഴിയിലാണ് പലരും. പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ വാഖിയ ഡെയിലി പാരായണം ചെയ്യാൻ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവൂല, അന്നം മുട്ടൂല. വാപ്പ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നു, നാട്ടിൽ തന്നെ പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് ഭാര്യ പരിശുദ്ധമായ സൂറത്തുൽ വാഖിയ ഓതി. സൂറത്തുൽ മുൽക്ക് ഖബർ ജീവിതം സന്തോഷം കിട്ടാൻ ഓതുന്നുണ്ടോ? ഒന്ന് ദുന്യാവ്, മറ്റൊന്ന് ആഖിറം. ദുന്യാവ് ലഭിക്കാൻ, ഇവിടെ നിനക്ക് ദാരിദ്ര്യമില്ലാതിരിക്കാൻ സൂറത്തുൽ വാഖിയ. പരലോക ജീവിതമാകുന്ന ഖബറിൽ സന്തോഷം കിട്ടാൻ സൂറത്തുൽ മുൽക്ക് ഓത്, ഡെയിലി ഓത്. പരിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയമെന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ചതായ സൂറത്തു യാസീൻ, ഇന്ന ലികുല്ലി ശൈഇൻ ഖൽബാ വഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. നബിയുനാ റസൂലുള്ളാഹി, എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന സൂറത്ത് യാസീൻ വിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നബി തങ്ങൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും പാരായണം ചെയ്തിരുന്ന സൂറത്ത് യാസീൻ ഇന്ന് നമ്മൾ വീടുകളിൽ നിന്ന് എടുത്തു കളഞ്ഞില്ലേ? ആരാണ് ഇന്നത്തെ ദിവസം ഓതിയത്? വെള്ളിയാഴ്ച ദിവസം ആരോതി? മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ഫീ ലൈലത്തിൽ ജുമുഅ അവിൽ ജുമുഅ അല്ലാഹു ലഹു മാ ബൈനൽ ജുമുഅതൈൻ. വെള്ളിയാഴ്ച രാവിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയുടെ പകലിൽ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അടുത്ത ഒരാഴ്ചക്കിടയിൽ അവന് പ്രകാശം അല്ലാഹു ഇട്ടുകൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആരാണ് ഇവിടെ ഓതുന്നത്? ആരാണ് നമ്മുടെ തലമുറയിൽ സൂറത്തുൽ കഹ്ഫ് എല്ലാ ആഴ്ചയിലും പാരായണം ചെയ്യുന്നത്? ഇതൊന്നുമില്ല. നമ്മൾ വേഗം തന്നെ തീർക്കണം, അതാണ് പരിപാടി. പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ വേഗം തീരണം. സാധേ പ്രസംഗം ചുരുക്കേക്ക്, സാധേ പെട്ടെന്ന് തന്നെ കുത്തുബോധി തീർത്തേക്ക്, പെട്ടെന്ന് തന്നെ നിസ്കരിച്ചേക്ക്, വേഗം തന്നെ എല്ലാം തീരണം. ഹല്ലി വല്ലി വേഗം തീരണം, നമ്മുടെ അവസ്ഥ. നമുക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല, എങ്ങനെയെങ്കിലും തീർന്നാൽ മതി. ഒരു അൽക്കഹഫും ഇല്ല. മുമ്പ് അൽക്കഹഫിന്റെയും സലാത്തിന്റെ ഒക്കെ ഏടുണ്ടായിരുന്നു, ഇപ്പൊ അത് തന്നെ കാണുന്നില്ല പള്ളിയിൽ. അൽക്കഹഫും സലാത്തും കൂടി സെപ്പറേറ്റ് ആക്കിക്കൊണ്ട് ഒരു ഏട്, എന്നിട്ട് അതെല്ലാ വെള്ളിയാഴ്ച ഇരുന്നിട്ട് പഴയ കാരണവന്മാരും ഉസ്താദുമാരും ഒക്കെ ഇരുന്നിട്ട് അങ്ങനെ ഓതും. ഒരു 11 മണി മുതൽ പള്ളിയിൽ നല്ല ഓതലാണ്. ഉണ്ടോ?
ഇപ്പൊ പ്രായമുള്ള 40 വയസ്സും 45 വയസ്സും 50 വയസ്സുള്ളവർക്കൊക്കെ അറിയാം പഴയ കാരണവന്മാര് പള്ളിയിലിരുന്ന് ഓതിയത് അല്ലെ, പള്ളിയിലിരുന്ന് ഖുർആൻ പാരായണം ചെയ്തത് 10:30 മണിയാവുമ്പോ തന്നെ വന്ന് നേരത്തെ തന്നെ വന്ന് സജ്ജമായിട്ട് ഖുർആൻ ഓതിയിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഇന്ന് ആരാ സഹോദരങ്ങളെ ഇതിനൊക്കെ മെനക്കെടുന്നത്? ആർക്കാ ഇതിന് നേരം? എന്നിട്ട് നമ്മൾ വലിയ ദീനാണ് പോലും, ഒരു ദീനും ഇല്ല. ദീനൊക്കെ 000 ആയി പോയി. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇനി ഒരു മടക്കം നമുക്ക് അനിവാര്യമാണ്, ഇല്ലെങ്കിൽ വലിയ അദാബുണ്ടാകും, വലിയ അദാബുണ്ടാകും. ഖുർആൻ ഓതണം. മാത്രമല്ല വഖിയാമു ലൈലിൻ വതളറഉ ബിസ്സഹർ വമുജാലസാതു സാലിഹീനൽ ഫളലാ. ഒന്ന് രണ്ട് കാര്യങ്ങളെ പറയുന്നുള്ളൂ. തഹജ്ജുദ് നിസ്കരിക്കണം, അത്താഴ സമയത്ത് എഴുന്നേൽക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം, പടച്ച റബ്ബിനോട് വിനയത്തിന്റെ ഭാഷയിൽ ദുആ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് നിലകൊള്ളണം. മഴയില്ല ഇവിടെ, എന്താ മഴ പെയ്യാത്തത്? തെറ്റിൽ മനുഷ്യൻ വ്യാപൃതനാ, മനുഷ്യൻ തെറ്റുകാരാണ്. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു നൽകി അനുഗ്രഹിക്കട്ടെ. അതിന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. കുത്തിച്ചൊരിയുന്ന മഴ നിങ്ങൾക്ക് വേണമെങ്കിൽ പടച്ച റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലി നിലകൊള്ളണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹുവിലേക്ക് ഏറ്റുപറഞ്ഞിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം ഒരു ദിവസം ഒരു 70 100 വട്ടം ചൊല്ലണം. കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഗ്ഫിറു ലഹു 70 മറ ഔ 100 മറ. ഒരു ദിവസം 70 100 വട്ടമോ നബി തങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നു. നമ്മൾ എത്ര വട്ടം ചൊല്ലുന്നുണ്ട്? തെറ്റില്ലാത്ത കുറ്റമറ്റ രീതിയിൽ ജീവിച്ച പ്രവാചകൻ 100 വട്ടം ഇസ്തിഗ്ഫാർ. നമ്മൾ ഒരെണ്ണം പോലും ഇല്ല. നിസ്കാരം കഴിഞ്ഞ് 3 എണ്ണം ചൊല്ലിയപ്പോൾ 3ാമത്തെ ചൊല്ലിയപ്പോൾ ആചാര്യ വീട്ടിലെ പ്ലേറ്റ് എടുത്ത് പൊരിച്ചമീൻ കഴിക്കാൻ ആചാര്യ ചാടി ഇറങ്ങി വീട്ടിലോട്ട്. അല്ലേ? സുന്നിയ, പേര് സുന്നി, സുസുന്നി. ഇവിടെ സുന്നത്തേമാത് കാണുന്നില്ല ജീവിതത്തിൽ. ഒറ്റ ദുആയിരിക്കുന്നില്ല ആചാര്യ. ഒരു സുബ്ഹാനല്ലാഹ് ഇല്ല, അൽഹംദുലില്ലാഹ് ഇല്ല, അല്ലാഹു അക്ബർ ഇല്ല. ഇതിനൊന്നും ഒരു മഹാത്മ്യവും നമ്മൾ കൽപ്പിക്കുന്നില്ല. പിന്നെ എന്ത് സുന്നിയാടോ? പിന്നെന്ത് ജീവിതത്തിൽ നമുക്ക് സുന്നത്തേമാത്? ഇതിനോടൊക്കെ ഒരു താല്പര്യം എവിടെ? നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും കാണുന്നില്ലല്ലോ. കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട് നീ ഓടുകയല്ലേ? ദുനിയാവിന്റെ പിറകെയുള്ള നെട്ടോട്ടമല്ലേ നീയും നിന്റെ കുടുംബവും? എങ്ങനെ പടച്ച റബ്ബിനോട് നീതി പുലർത്തുന്നവനാകും? ഈ ദീനിനോട് നീതി പുലർത്തുന്ന ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗം നിനക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പിന്നെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? മൗലാന മുഹമ്മദ് അലി ജൗഹർ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പങ്കെടുത്തതാകുന്ന സമുന്നത നേതൃത്വം, ഇന്ന് ചരിത്ര താളുകളിൽ നിന്ന് അടർത്തി മാറ്റപ്പെടാൻ വേണ്ടി വിധി കൊടുക്കപ്പെട്ടതാകുന്ന മഹാനുഭാവൻ 5 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഉപ്പ മരണപ്പെട്ടു പോകുന്നത്. മുഹമ്മദ് അലി ഖാൻ. പഠിച്ചു വെക്കണം. 3 മക്കൾ, 3 സഹോദരങ്ങളുണ്ട് അദ്ദേഹത്തിന്. ഉമ്മ ബീഗം ആബിദ, 3 പേരെയും ഹാഫിളാക്കി എല്ലാവരെയും വളർത്തി. മൗലാന മുഹമ്മദ് അലി ജൗഹർ ഹാഫിളാണ് സഹോദരങ്ങളെ. ഖുർആൻ മനഃപാഠമാക്കിയ വ്യക്തിയാണ്. അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം കരഗതമാക്കി ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് വിദ്യാഭ്യാസം നുകരാൻ വേണ്ടി ബിരുദാനന്തര ബിരുദത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് പോകുമ്പോ ശർവാണി ഇട്ടുകൊണ്ട് തലയിൽ തൊപ്പിവെച്ച് താടിരോമങ്ങൾ ഉള്ളതാകുന്ന സഹോദരൻ ചെരുപ്പ് ധരിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി നിലകൊള്ളുമ്പോ ബീഗം ആബിദ എന്ന് പറയുന്ന മാതാവ് ചെന്നിട്ട് 2 തോളിലേക്ക് കൈവച്ചിട്ട് പറയുന്നു, മോനെ, 5ാമത്തെ വയസ്സിൽ നിന്റെ പിതാവ് മുഹമ്മദ് അലി ഖാൻ മരണപ്പെട്ടു പോയതാ. നിനക്ക് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പഠിപ്പിച്ചതെന്ന് ദീനി ബോധമുള്ളവനാക്കി, മതബോധവും മതനിഷ്ഠയും ഉള്ളവനാക്കി, ഭൗതികവും അഭൗതികമാകുന്ന വിദ്യാഭ്യാസങ്ങൾ നിനക്ക് ഞാൻ പഠിപ്പിച്ചു നൽകി. അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം കരഗതമാക്കി ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് ബിരുദാനന്തര ബിരുദത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന പ്രിയപ്പെട്ട പൊന്നുമോനോട് എനിക്ക് പറയാനുള്ളത് 3 കാര്യങ്ങളാ. ഒന്നാമതായി എനിക്ക് നിന്നോട് അടയാളപ്പെടുത്താനുള്ളത്, നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിനെ അടർത്തി മാറ്റരുത്. വിശുദ്ധമാക്കപ്പെട്ട ഖുർആനാണ് നിന്റെ കാറ്റലോഗ്, നിന്റെ വഴികാട്ടി. ആ ഖുർആൻ മുഖേനയാണ് നിന്റെ ജീവിതം വിജയിച്ചു വന്നിട്ടുള്ളത്. ഇതുവരെ വിജയിച്ചിട്ടുള്ളതും നിന്റെ പിതാവ് വിജയിച്ചതും ഞാനും വിജയിച്ചതും നിന്റെ സഹോദരങ്ങൾ വിജയിച്ചു കൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് ഖുർആൻ ഒരിക്കലും നിന്റെ ജീവിതത്തിൽ മറന്നു പോകാൻ പാടില്ല. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഭൗതിക ലാഭങ്ങൾ തേടുമ്പോഴും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എന്ന കാറ്റലോഗിന് നീ മാറ്റിവെക്കരുത്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണമെന്ന് ഒന്നാമതായി ഉപദേശം കൊടുത്തിട്ട് ഉമ്മ പറയുന്നു. രണ്ടാമതായി നിനക്ക് നൽകുന്ന ഉപദേശം, പ്രവാചകന്റെ തിരുസുന്നത്തുകൾ പരിപൂർണമായി ഇന്ന് വരെ എല്ലാ സുന്നത്തുകളും ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് വരുന്നവനാണ് എന്റെ പൊന്നുമോൻ. അതിൽ പ്രത്യേകമാക്കപ്പെട്ട സുന്നത്താകുന്ന തലയിലെ തൊപ്പിയും താടിരോമങ്ങളും നീ വടിച്ചു കളയരുത്. ലണ്ടനിലെ പാശ്ചാത്യരാകുന്ന വിദ്യാർത്ഥികളോടൊപ്പം വിദ്യ നുകരുമ്പോ പരിശുദ്ധ പ്രവാചകന്റെ തിരുസുന്നത്തുകളെ നീ അവഗണിച്ചു കളയരുത്. നിന്റെ തലയിലെ തൊപ്പിയും നിന്റെ താടിരോമവും നിന്റെ വിദ്യാഭ്യാസത്തിന് എതിരാവരുത് എന്ന് പ്രിയപ്പെട്ട ഉമ്മ കൊടുക്കുന്ന ഉപദേശമാണ്. മൂന്നാമതായി പറയുന്നു, പ്രവാചകന്റെ തിരുസുന്നത്തിൽ നിന്ന് എനിക്കും നിന്റെ പിതാവിനും നിനക്കും നിന്റെ സഹോദരങ്ങൾക്കും ഏറ്റവും ഇഷ്ടമുള്ള
ഉറക്കമുള്ള പാതിരാത്രി സമയത്ത് ലോകം മുഴുവനും നിദ്ര കഴിയുമ്പോ നിർനിദ്രരായി പടച്ചറബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ടുള്ള തഹജ്ജുദ് നമസ്കാരം നീ ഒഴിവാക്കാൻ പാടില്ല. ഈ 3 കാര്യങ്ങളും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. ഈ ഉമ്മയുടേതാകുന്ന ആശയാണ്, അഭിലാഷമാണ്, ആഗ്രഹമാണ്, ആനന്ദമാണ്. പ്രിയപ്പെട്ട ഉമ്മയുടെ കൈ പിടിച്ച് കരം പിടിച്ച് ചുംബിച്ചിട്ട് ബീഗം ആബിദയോട് സലാം പറഞ്ഞ് കണ്ണീരോടുകൂടി ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് ബിരുദാനന്തര ബിരുദത്തിന് വേണ്ടി പോയ മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ കുറിച്ച് കൂട്ടുകാരൻ ഖമറുദ്ദീൻ എന്ന് പറയുന്ന പിന്നീട് ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരിൽ എടുത്തു വെക്കപ്പെട്ട വ്യക്തി അദ്ദേഹം രേഖപ്പെടുത്തുന്നു, എന്റെ സുഹൃത്താകുന്ന ബഹുമാന്യനാകുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹർ ലണ്ടനിലെ ഏറ്റവും തണുത്തുറഞ്ഞതാകുന്ന രാത്രിയിൽ, അതിശക്തമാകുന്ന തണുപ്പുള്ള മഞ്ഞുള്ളതാകുന്ന രാത്രിയിൽ വന്നുകൊണ്ട് നല്ല രീതിയിൽ ഒതുവെടുത്ത് പാതിരാത്രി സമയത്ത് ഖിബില നിർണയിച്ചുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ച് ഹാഫിളായ പൊന്നുമോൻ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ ബഖറയും ആലി ഇംറാനും നിസാഉം ഒക്കെ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതുന്നത് കേട്ടിട്ടാണ് ഞങ്ങൾ ഉറക്കിൽ നിന്ന് പലപ്പോഴും ഉണരാറുള്ളത് എന്ന് ഭൗതിക വിദ്യാഭ്യാസം പഠിക്കുന്ന കലാലയത്തിലെ പഠനത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ജീവിതത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് സുഹൃത്ത് പറഞ്ഞുവെങ്കിൽ നമ്മുടെ മക്കളൊക്കെ കലാലയത്തിലേക്ക് പോകുമ്പോ എന്താണ് പഠിക്കുന്നത്? പുതിയ കലാലയത്തിലേക്ക് പോയി നോക്കി നിങ്ങൾ. BA-ക്കും MA-ക്കും ഒക്കെ പഠിക്കാൻ പോകുമ്പോ കലാലയത്തിന്റെ മുറ്റത്ത് നൽകുന്ന ചിത്രം, ഒരന്യ പെണ്ണും കൂടി നിൽക്കുന്ന ചിത്രം, പരസ്പരം തുണിയില്ലാതെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ വിവസ്ത്രരായി ഇന്നുകൊണ്ട് പരസ്പരം ലിപ്ലോക്ക് ചെയ്ത് ചുണ്ടുകൾ തമ്മിൽ കോർത്തിണക്കിക്കൊണ്ട് ചുംബനം നടത്തിക്കൊണ്ട് നിലകൊള്ളുന്നതാകുന്ന മക്കൾ. എന്നിട്ട് അതിനടിയിൽ എഴുതി വച്ചിരിക്കുകയാണ്, മതത്തിന്റെ ചിഹ്നങ്ങൾ നമുക്ക് പൊട്ടിച്ചെറിയാം, സ്വതന്ത്രരായി പറന്നു നടക്കാം. കോളേജിൽ കൊടുക്കുന്നതാകുന്ന പുതിയ പുതിയ വിദ്യാഭ്യാസം നുകരാൻ വരുന്ന പുതിയ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന സന്ദേശമാണിത്. എന്ത് വിദ്യാഭ്യാസമാണിത്? എനിക്ക് മനസ്സിലായിട്ടില്ല. അന്യ പെണ്ണും തമ്മിൽ തുണിയില്ലാതെ നിൽക്കുന്ന ചിത്രം വരച്ചു വെച്ചിട്ട് അവർ പരസ്പരം ചുണ്ടുകൾ കൊണ്ട് കോർത്തിണക്കിക്കൊണ്ട് ഉമ്മ കൊടുക്കുന്ന ചിത്രം കൊടുത്തിട്ട് അടിയിൽ എഴുതി വെക്കാണ് എന്ത്? നവാഗതരാകുന്ന കുട്ടികൾക്ക് സ്വാഗതം. സ്വാഗതം എഴുതുന്നത് ഇങ്ങനെയാ, മതത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെടുക, സ്വതന്ത്രരായി പറന്നു നടക്കാം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഏതായി മതത്തിന്റെ ചിഹ്നം? ഏതായി മതത്തിന്റെ ചങ്ങല? പരിശുദ്ധ ഖുർആൻ. ഖുർആൻ വേണ്ട, ഹദീസ് വേണ്ട, ഇജ്മാ വേണ്ട, ഖിയാസ് വേണ്ട, അലിമീങ്ങളെ വേണ്ട, ഉലമാക്കളെ വേണ്ട, മദ്രസ വേണ്ട, ദറസ് വേണ്ട, അറബി കോളേജ് വേണ്ട, പള്ളി വേണ്ട, പരിശുദ്ധമാക്കപ്പെട്ട ദീൻ ഞങ്ങൾക്ക് വേണ്ട. ആധുനിക തലമുറയുടെ വിദ്യാഭ്യാസം ഇതല്ലേ? ഇതിനല്ലേ പുതിയ തലമുറ താല്പര്യം വെക്കുന്നത്? എങ്ങനെയാണ് നമ്മുടെ മക്കൾ നന്നാവുന്നത്? കള്ളും കഞ്ചാവും ലഹരിയുമായിട്ട് ആധുനിക നവതലമുറ കോളേജ് കുമാരന്മാർ വിലസുകയല്ലേ? അതുകൊണ്ട് മക്കളെ ഒരാളെയെങ്കിലും ദീനിലേക്ക് മാറ്റി എഴുതാതെ വല്ലാഹി സുമ്മ വല്ലാഹി പുറക്കാട് ദേശത്തുള്ള പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് സ്നേഹത്തോടുകൂടി പറയാണ്, അടുത്ത തലമുറ നന്നാവൂല. അടുത്ത തലമുറ നന്നാവണോ? ഒരാളെയെങ്കിലും ദീനിലേക്ക് മാറ്റണം. അയാൾ മുഖേന കുടുംബം നന്നാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആലിമീങ്ങളെ ബഹുമാനിക്കുന്നവരാണ് നിങ്ങൾ, ഔലിയാക്കളെ ആദരിക്കുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ടാണ് വർഷങ്ങളായിട്ട് സയ്യിദ് അഹ്മദുർ റിഖാബ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനുഭാവന്റെ നാമധേയത്തിൽ ഉറൂസ് നിങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നത്. പക്ഷേ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം, നമ്മുടെ മക്കളെ ഇത്തരത്തിൽ ഈ മഹാന്മാരുടെ പിൻതലമുറക്കാരായി ദീനീ ദഅവത്തിന് വേണ്ടി, പരിശുദ്ധമായ ദീനിന് വേണ്ടി ഒരാളെ നമ്മൾ മാറ്റണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവർക്കും ദീനി വിദ്യാഭ്യാസം കൊടുക്കണം. ഒരാളെയെങ്കിലും ഹാഫിളും ആലിമുമാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഹാഫിളുള്ള, ആലിമുള്ള, ഡോക്ടറുള്ള, എഞ്ചിനീയറുള്ള, ബിസിനസ്സുകാരനുള്ള എല്ലാം കൂടിച്ചേരുന്ന നല്ല ദീനീ ബോധമുള്ള ഒരു കുടുംബ പശ്ചാത്തലമായി നമ്മുടെ കുടുംബം അല്ലാഹു മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ.